ഇന്നലെയും ഇന്നുമായി രണ്ട് പ്രത്യേക കാര്യങ്ങൾ കാണാൻ സാധിച്ചു. ഇന്നലെ വൈകിട്ട് എനിക്ക് പൊൻകുന്നം ഭാഗത്തായി ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ. ഈ രണ്ട് സദസ്സിൻ്റെയും പ്രത്യേകത, പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പേ സദസ്സിലെല്ലാം ആളുകൾ നിറഞ്ഞിരുന്നു എന്നുള്ളതാണ്. സാധാരണ ഞങ്ങളുടെ അനുഭവം ഇതല്ല. തുടങ്ങിയ ഒരു 10-15 മിനിറ്റ് ആവുമ്പോൾ, അല്ലെങ്കിൽ അന്നദാനമൊക്കെ ആകാറാവുമ്പോഴേക്കാണ് പ്രഭാഷണത്തിനായി ആളുകൾ എത്തുക. അതുകൊണ്ട് ഇങ്ങനൊരു നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. സുധീഷ് വളരെയധികം നാളുകൾക്ക് മുമ്പാണ് ഈ ഒരു പ്രോഗ്രാം പറഞ്ഞത്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സുരക്ഷിതമായി ഇവിടെ എത്തി. ഇനിയുള്ള കുറേ നേരം നമുക്ക് ഭഗവത് കഥകൾ അനുസ്മരിക്കാം. എന്നോട് പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രത്തിനെ പറ്റിയും ക്ഷേത്രത്തിൽ വരേണ്ടതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും എല്ലാം ഒന്ന് സംസാരിക്കണമെന്നാണ്. എന്നാൽ നമുക്കറിയാം, ഇത് രാമായണ മാസം കൂടിയാണ്. അതുകൊണ്ട് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ 1-2 കാര്യങ്ങൾ അനുസ്മരിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. സാമാന്യമായി നമുക്ക് വരുന്ന ചില സംശയങ്ങൾ. എന്തുകൊണ്ടാണ് മലയാളികൾ മാത്രം ഈ കർക്കടക മാസത്തെ രാമായണ മാസമായി ആചരിക്കുന്നത്? ആദ്യം തന്നെ കുട്ടികളെ പോലുള്ളവർക്കൊന്ന് മനസ്സിലാകാൻ, കർക്കിടകമല്ല കർക്കടകമാണ്. ശബ്ദധാരാവലിയൊക്കെ എടുത്തു നോക്കിയാൽ കർക്കടകം എന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മളുടെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രത്യേക രീതി, ഈ സമയത്ത് രാമായണം വായിക്കുക. അതെന്തുകൊണ്ടാണ്? അതിന് കാരണം കേരളത്തിലെ പ്രത്യേകമായിട്ടുള്ള കാലാവസ്ഥയാണ്. കേരളത്തിൽ നമുക്കറിയാം, ഈ സമയം നല്ല മഴക്കാലമാണ്. പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് കൃഷിയാണ്. അപ്പൊ മഴക്കാലമായാൽ എന്ത് സംഭവിക്കും? കൃഷിയൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ആളുകൾ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കും. പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യില്ല. നല്ല സുഖിച്ച് സുഖലോലുപരായി അങ്ങ് കഴിഞ്ഞുകൂടും. അപ്പൊ ആചാര്യന്മാര് വിചാരിച്ചു, നല്ല സമയം വല്ല നാമം ജപിച്ചിരിക്കുന്നത് എത്ര നല്ലതായിരിക്കും. അതുകൊണ്ട് അവരൊരു ചിട്ട വെച്ചു. ആ ചിട്ട എന്താണെന്ന് വെച്ചാൽ ശരീരത്തിനും മനസ്സിനുമുള്ള ചിട്ടയാണ്. കർക്കടക മാസമാകുമ്പോ ആയുർവേദത്തില് അല്ലെ സുഖചികിത്സയൊക്കെ പതിവുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങള് കർക്കടക കഞ്ഞി, ഇതൊക്കെ ഈ സമയത്തെ നമ്മളുടെ കാലാവസ്ഥയ്ക്കും ആരോഗ്യത്തിനും അനുസൃതമായിട്ടുള്ള ഒരു ചിട്ടയാണ്. അത് ശരീരത്തിനുള്ള ചികിത്സ, അതുപോലെ തന്നെ മനസ്സിന് ചികിത്സ വേണം. അതിന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു, രാമായണം വായിക്കുക. അപ്പൊ ഇതാണ് കേരളത്തില് ഈ ഒരു കർക്കിടക മാസത്തിന്റെ പ്രത്യേകത. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? കർക്കിടകം 31 ആകുമ്പോഴേക്കും ആകെ ഒരു വെപ്രാളമാണ് അല്ലെ? ചിലരുടെ രാമൻ വനവാസത്തിന് പോയിട്ടേ ഉണ്ടായിരിക്കത്തുള്ളൂ അല്ലെ? ചിലരുടെ അത്രയും പോലും ഇല്ല, ഇവിടെ വില്ലൊടിച്ചിട്ടേ ഉള്ളൂ. ചിലരുടെയോ രാവണനെ കൊല്ലാനായിട്ടുള്ള യുദ്ധം നടക്കുകയായിരിക്കും. ചിലരുടെ എന്താണെങ്കിലും രാമൻ തിരിച്ചു വരുമായിരിക്കും. ചിലരുടെ പട്ടാഭിഷേകം നടക്കുകയായിരിക്കും. 12 മണി ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് വായിച്ച് നമ്മള് രാമായണം തീർക്കും അല്ലെ? ഇങ്ങനെ രാമായണം വായിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പാൽപ്പായസം ഒറ്റയടിക്ക് കുടിച്ചാൽ എന്തെങ്കിലും സുഖമുണ്ടോ? കുറേശ്ശെ നുണഞ്ഞു കുടിക്കണം അല്ലെ? അപ്പൊ അതുപോലെ തന്നെ രാമായണം വായിക്കുമ്പോൾ അതിലെ ഓരോ ആശയവും നമ്മളുടെ ഹൃദയത്തിലേക്ക് കയറിയില്ല എങ്കിൽ രാമായണം വായിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് കർക്കിടക മാസത്തിൽ തന്നെ വായിച്ചു തീർക്കണം എന്നൊന്നുമില്ല. ഇപ്പൊ ദുബായിൽ ഇരിക്കുന്ന ആളുടെ കാലാവസ്ഥ വേറെയല്ലേ, അവിടെ വല്ല മഴക്കാലം ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? 1 വർഷമോ 2 വർഷമോ 3 വർഷമോ എടുത്താലും കുഴപ്പമില്ല. പക്ഷെ അതിലെ ആശയങ്ങൾ ഹൃദയത്തിലേക്ക് കയറുന്ന രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, സാധാരണ എല്ലാരും പറയാറുണ്ട്, സന്ധ്യാസമയത്ത് രാമായണം വായിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ആ സമയത്ത് ഹനുമാൻ സ്വാമി സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയമാണ്, അതുകൊണ്ട് പാടില്ല എന്ന്. എന്നാൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലൊക്കെയോ
നമ്മളുടെ ഇവിടെ സന്ധ്യയാവുമ്പോ അവിടെ എന്താണ്? വേറെ സമയല്ലേ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും ഹനുമാൻ സ്വാമിക്ക്? അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഇത് ചിലതെല്ലാം പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയ ചിട്ടയാണ്. പണ്ട് കാലങ്ങളില് നമുക്കറിയാം വെളിച്ചമൊന്നുമില്ല അല്ലേ? അപ്പൊ ഈ വായന, മറ്റേതൊക്കെ മന്ത്രം ചൊല്ലുക, നാമം ചൊല്ലുക എന്നൊക്കെയാണ്. പഴയ കാലം തൊട്ട് പാരായണം, സാധാരണ ജനങ്ങൾ പാരായണം ചെയ്യുന്നത് രാമായണമായിരുന്നു. സാധാരണക്കാരായിട്ടുള്ളവര് ഭാഗവതോ അല്ലെങ്കിൽ അതൊന്നും ചൊല്ലാറില്ല, കൂടുതൽ സംസ്കൃതമല്ലേ. അപ്പൊ മലയാളികളായിട്ടുള്ളവരാണെങ്കിൽ പോലും കൂടുതലായിട്ട് ചൊല്ലുന്നത് രാമായണമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഈ പറയുന്നത് പോലെ ട്യൂബ് ലൈറ്റും അതൊന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? സന്ധ്യയാകുമ്പോൾ നമ്മൾ ഇത് വായിച്ചാൽ നമ്മളുടെ കണ്ണിനുള്ള സ്ട്രെയിൻ കൂടുതലാണ്. ചിദാനന്ദപുരി സ്വാമിജി ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതായത് ഇരുട്ടുമല്ല വെളിച്ചവും അല്ലാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമ്മളിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വെച്ച് വായിക്കും അല്ലെ? വളരെ ബുദ്ധിമുട്ടി വായിക്കും. രാത്രി ആയിക്കഴിഞ്ഞാൽ ചിലരൊക്കെ എന്തെങ്കിലും റാന്തലൊക്കെ കത്തിച്ചു വെച്ച് വായിക്കും. പക്ഷെ ആ സന്ധ്യാസമയത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മളുടെ കണ്ണിനുള്ള ആയാസം വളരെ കൂടുതലാണ്. അതുകൊണ്ട് പറയും സന്ധ്യ കഴിഞ്ഞ് വായിക്കണ്ട എന്ന്. പക്ഷെ ഇന്നത്തെ സാഹചര്യം അതൊന്നുമല്ല. നമുക്ക് നല്ല ട്യൂബ് ലൈറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ കലികാലത്തെ മനുഷ്യരുടെ ബുദ്ധി എന്താണ്? എന്തെങ്കിലും പറഞ്ഞ് ഒഴിവ് കഴിവ് പറയും, എക്സ്ക്യൂസ് പറയും, നാമം ജപിക്കാതിരിക്കാൻ. അപ്പൊ നമ്മൾ പറയും, അയ്യോ സന്ധ്യയായി, ഇനി രാമായണം വായിക്കാൻ പാടില്ല. അങ്ങനെ ഒന്നുമില്ല. ഏത് സമയത്തും നമുക്ക് രാമായണം വായിക്കാം. ഹനുമാൻ സ്വാമിക്ക് നമ്മൾ രാമായണം വായിച്ചു എന്ന് പറഞ്ഞ് വിഷമം വരില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വായിക്കാവോ എന്നേ ഹനുമാൻ സ്വാമി ചോദിക്കുകയുള്ളൂ. അപ്പൊ ഈ രാമായണത്തെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റൊന്ന്, വാൽമീകി രാമായണവും അധ്യാത്മ രാമായണവും കിളിപ്പാട്ടും തമ്മിൽ നിങ്ങൾ വായിക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ തോന്നാം അല്ലെ? ഇപ്പോ വാൽമീകി രാമായണത്തില് ലക്ഷ്മണ രേഖയൊന്നും ഇല്ല. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായി ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കും. ഇപ്പൊ രാമായണത്തില് കിളിപ്പാട്ടില് പറയുന്നുണ്ട്, പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥങ്ങളുണ്ട്, അത് ഭൂമിയിലല്ല തന്മേൽ. അപ്പൊ ആദ്യം രാമായണം എഴുതിയത് ആരാണ്? പുരാ വിരിഞ്ച്, ബ്രഹ്മാവാണ്. പക്ഷെ ഭൂമിയിലല്ല. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു? വാൽമീകി മഹർഷിയോട് പറഞ്ഞു, ഭൂമിയിലുള്ളവർക്കായി ഒരു രാമായണം രചിക്കുക. അങ്ങനെ 24,000 ശ്ലോകങ്ങളിൽ ഒരു ഗ്രന്ഥം രചിച്ചു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 100 കോടിയാണ് ബ്രഹ്മാവ് രചിച്ച രാമായണം. അതിനെ 24,000ത്തിലേക്ക് ചുരുക്കി എന്ന് പറയുമ്പോൾ വാൽമീകി അത്രമാത്രം വിട്ടുകളയേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് തത്വകഥനത്തിന് ഇടം കിട്ടാത്തത് കൊണ്ട് എന്തു ചെയ്തു? വേറൊരു രാമായണം എഴുതി. അതിന്റെ പേരാണ് വസിഷ്ഠ രാമായണം അല്ലെങ്കിൽ യോഗവാസിഷ്ടം. 32,000 ശ്ലോകമുണ്ട്. രാമായണത്തെക്കാളും കൂടുതലുണ്ട് രാമായണത്തിനകത്ത് വരുന്ന തത്വങ്ങൾ. ഈ 32,000വും 24,000വും ചേർന്നാൽ പോലും 100 കോടിയുടെ അടുത്തെങ്ങും എത്തില്ല. അപ്പൊ ഇങ്ങനെ വാൽമീകി മഹർഷി രാമായണം എഴുതി. എന്നാൽ അധ്യാത്മ രാമായണം കിളിപ്പാട്ടോ എഴുത്തച്ഛന്റെ ഒരിക്കലും വാൽമീകി രാമായണത്തിന്റെ വിവർത്തനമല്ല അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. വ്യാസഭഗവാനാണ് പുരാണങ്ങളെല്ലാം ക്രോഡീകരിച്ചത്. പുരാണത്തിലെ അറിവുകൾ പല ആചാര്യന്മാർ തന്നതാണ്. എന്നാൽ അതെല്ലാം ക്രോഡീകരിച്ച് കാറ്റഗറൈസ് ചെയ്തത്. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ ഫോൾഡർ ആയിട്ട് തിരിക്കില്ലേ, ഓരോന്ന് ഓരോ വിഭാഗത്തിൽ പെട്ടത്. അപ്പൊ അതുപോലെ പ്രത്യേക രീതിയിൽ ഈ പുരാണത്തെ എല്ലാം ക്രോഡീകരിച്ചത് വ്യാസഭഗവാനാണ്. വ്യാസഭഗവാൻ പുരാണത്തിൽ അധ്യാത്മ രാമായണം എഴുതിയിട്ടുണ്ട്. രാമന്റെ കഥ ആർക്ക് വേണേലും പറയാൻ പാടില്ലേ അല്ലെ? ഇപ്പൊ ഇവിടെ ഞാൻ പറയും, അടുത്ത ദിവസം വേറെ ആരെങ്കിലും വന്ന് പറയും. അതുപോലെ വാൽമീകി മഹർഷി പറഞ്ഞു, വ്യാസഭഗവാൻ പറഞ്ഞു, ധാരാളം ആചാര്യന്മാര് പറഞ്ഞു. അപ്പോൾ ഒരു അധ്യാത്മ രാമായണം എന്ന് പുരാണത്തിനുള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് 4,200 ശ്ലോകങ്ങളേ ഉള്ളൂ. 4,200 600 പെട്ടെന്ന് ഓർക്കുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 100 കോടി ശ്ലോകം 24,000 വീണ്ടും ഒരാള് രാമായണം എഴുതിയപ്പോ 4,000 ചില്ലുവാനായി. അപ്പോ അധ്യാത്മ രാമായണം വ്യാസഭഗവാൻ എഴുതിയപ്പോൾ വളരെയധികം ചുരുക്കിയിട്ടുണ്ട്. ഈ അധ്യാത്മ രാമായണത്തിന്റെ വിവർത്തനമാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛന്റെ. അതുകൊണ്ട് തന്നെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് നോക്കിയാൽ അതിന്റെ തുടക്കത്തിൽ ആദ്യം ഗുരുവന്ദനത്തിൽ
നമസ്കരിച്ചിരിക്കുന്നത് വ്യാസഭഗവാനെയാണ്. അതിനുശേഷമാണ് വാൽമീകിയെ നമസ്കരിച്ചിരിക്കുന്നത്. ഇനി അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും തമ്മിലുള്ള വ്യത്യാസം, വാൽമീകി രാമായണത്തിൽ വാൽമീകി മഹർഷി രാമനെ ഒരു മനുഷ്യനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യൻ, സീതാദേവിയെയും ഒക്കെ. പക്ഷേ മനുഷ്യനായി ജനിച്ച് ധർമ്മത്തിലൂന്നി ജീവിതം നയിച്ച് അമരത്വത്തിലെത്തിയ ഈശ്വരനായിട്ട് മാറിയ ഒരാൾ. അതുകൊണ്ട് വാൽമീകി മഹർഷി ഒരിക്കലും ശ്രീരാമൻ എന്ന് പറഞ്ഞിട്ടില്ല, രാമനെ പറഞ്ഞിട്ടുള്ളൂ. ശ്രീ പോലും ചേർത്തിട്ടില്ല. എന്നാൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടില് എഴുത്തച്ഛൻ ശ്രീരാമനെ ഭഗവാനായിട്ട്, അവതാരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഭഗവാനെ നമുക്ക് രൂപം കൊടുക്കാം. ആത്യന്തികമായിട്ടുള്ള തത്വത്തിന് മാറ്റമില്ല. ശ്രീരാമന്റെ പത്നി സീതാദേവി തന്നെയാണ്, രാവണൻ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയത്, മാരീചനാണ് മാനായിട്ട് വന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കും തത്വങ്ങൾക്കും ഒന്നും മാറ്റമില്ല. അതായത് ഓരോ ഗുരുക്കന്മാരും അവരുടെ ശിഷ്യന്മാർക്ക് ഏത് രീതിയിലാണോ മനസ്സിലാകുന്നത് ആ രീതിയിൽ ആ കഥയെ ഒന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ശ്രീരാമൻ വനത്തിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. ഈ വനത്തിലേക്ക് പോകുന്ന രംഗത്തിൽ വാൽമീകി രാമായണത്തിലാണെങ്കിൽ ശ്രീരാമൻ വനത്തിലേക്ക് പോകുമ്പോൾ ഋഷിമാരെ കാണുമ്പോൾ ശ്രീരാമൻ അങ്ങോട്ട് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്, കാരണം മനുഷ്യനാണ്. അധ്യാത്മരാമായണത്തിലോ ശ്രീരാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ ശ്രീരാമൻ ഈശ്വരനാണ്, മുനിമാരല്ല ഇങ്ങോട്ട് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതുകൊണ്ട് തെറ്റൊന്നുമില്ല. അധ്യാത്മരാമായണം കിളിപ്പാട്ടില് ഭക്തിഭാവത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രം. ധർമ്മത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗുരുക്കന്മാർ മുമ്പ് പറഞ്ഞതുപോലെ തൻ്റെ മുന്നിലുള്ള ശിഷ്യന്മാർക്ക് ഏത് രീതിയിൽ പറഞ്ഞാലാണോ മനസ്സിലാകുക ആ രീതിയിൽ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഉദാഹരണത്തിന് എന്നോട് +1 പഠിക്കുന്ന ഒരു കുട്ടി വന്ന് എങ്ങനെയാണ് മഴയുണ്ടാകുന്നത് എന്ന് ചോദിച്ചു എന്ന് വെക്കുക. ഞാൻ ഉടനെ അതിന്റെ ആ ഒരു പടമൊക്കെ കാണിച്ചിട്ട് സൈക്ലിക് പ്രോസസ് ഒക്കെ കാണിക്കും, അല്ലെ, ജലം നീരാവിയായി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും, വേപ്പറൈസേഷൻ ഇതൊക്കെ പറയും. ഒരു 2-3 വയസ്സുള്ള കുട്ടി എന്നോട് വന്ന് മഴ എങ്ങനെയാണ് പെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അതെ, വലിയൊരു ആന ആകാശത്തിന്റെ മുകളിൽ പോയി നിന്ന് തുമ്പിക്കൈയിൽ വെള്ളം എടുത്ത് ചീറ്റുന്നതാണ്, അല്ലേ? സന്തോഷായല്ലേ? അപ്പോ ആ കുട്ടിയോട് നമുക്ക് വേപ്പറൈസേഷൻ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതായത് ഗുരുക്കന്മാർ അവരവരുടെ ശിഷ്യന്മാർക്ക് ഏത് രീതിയിൽ മനസ്സിലാകുമോ അതിനനുസരിച്ചുള്ള രാമായണം രചിച്ചു. പക്ഷേ എന്ന് വെച്ചാൽ രാമായണം വ്യത്യാസപ്പെടുന്നില്ല. രാമായണം എന്നുള്ളത് ഇതിഹാസമാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇതി ഇഹ ആസീത്, ഇവിടെ ഇപ്രകാരം സംഭവിച്ചത്. ഇറ്റ്സ് എ ഹിസ്റ്ററി, നടന്നതാണ്. ഹിസ്റ്റോറി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ചരിത്ര സംഭവമാണ്, അല്ലാതെ കഥയല്ല. പക്ഷേ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിൽ കഥ എന്നുള്ള പദം ആദ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ പറയും, കഥ ഇതിനകത്തുണ്ട് കൃത്യമായിട്ട്. കാരണം നമ്മുടെ മനസ്സിൽ കഥ എന്ന് പറഞ്ഞാൽ എന്തോ വളരെ നമ്മള് മനസ്സിലെ ഭാവന ഉപയോഗിച്ച് വർണ്ണിക്കുന്നത്, അതിശയോക്തി കൊടുത്തു പറയുന്നത് എന്നൊക്കെയാണ്. പക്ഷേ കഥ എന്ന സംസ്കൃതത്തിലും മലയാളത്തിലും വാക്കുണ്ട്. ഇതിൽ സംസ്കൃതത്തിലെ അർത്ഥം കഥ്യതേ ഇതി കഥ, വിച്ച് ഈസ് വെരി വെൽ എക്സ്പ്ലെയിൻഡ്. വളരെ നന്നായി വ്യാഖ്യാനിക്കപ്പെട്ടതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നടന്നിട്ടുള്ളത് നടന്നിട്ടില്ലാത്തതെന്നില്ല. എഴുത്തച്ഛൻ സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളയാളായിരുന്നു. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛന്റെ രാമായണത്തിൽ സംസ്കൃത പദങ്ങൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കഥ എന്ന് വന്നു എന്ന് പറഞ്ഞ് രാമായണം ഒരിക്കലും നടന്ന സംഭവമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറിച്ച് ഇത് ചരിത്ര സംഭവമാണ്. രാമായണത്തിലെ ഓരോ ഭാഗവും എത്രയോ വർഷം കഴിഞ്ഞ് നമ്മൾ നെഞ്ചിലേറ്റി നടക്കുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സനാതന സംസ്കാരമാണ്. നമ്മുടെ ആചാര്യന്മാര് പറയും, ഭാരത സംസ്കാരം എന്താണ്? സനാതന സംസ്കാരം. സനാതനം എന്ന് പറഞ്ഞാൽ വളരെ പഴയതാണ്, അതോടൊപ്പം പുതിയതുമാണ്. ഇതാണ് അർത്ഥം. അപ്പൊ എങ്ങനെയാണ്? പക്ഷെ നമ്മുടെ ആചാര്യന്മാര് പറയുന്നു ഇതൊരിക്കലും നശിക്കില്ല. നമ്മളുടെ മനസ്സിനൊക്കെ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണോ അവര് പറയുക ഇതൊരിക്കലും നശിക്കില്ല?
മെസപ്പൊട്ടോമിയൻ സംസ്കാരമുണ്ട്, ഈജിപ്ഷ്യൻ സംസ്കാരമുണ്ട്, ധാരാളമുണ്ട്, ഗ്രീക്ക് സംസ്കാരമുണ്ട്. പലതും ഇല്ലാതെയായിരിക്കും. എന്നിട്ട് നമ്മുടെ സംസ്കാരം മാത്രം എന്നും നിലനിൽക്കും എന്ന് പറഞ്ഞാല് നമുക്കത് ഏത് സംസ്കാര? ചൈനീസ്. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്കങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുമോ? പക്ഷേ നമ്മുടെ ഋഷീശ്വരന്മാർ വെറുതെ പറഞ്ഞതല്ല. അവര് പറഞ്ഞതിന് ചില കാരണങ്ങളുണ്ട്. ഗ്രീക്ക് സംസ്കാരം നോക്കിയാൽ ഒരു പ്രത്യേക കൾട്ടിന് വേണ്ടി, വിഭാഗത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ വിഭാഗം ഇല്ലാതെയായാൽ പിന്നെ അതിലെ ആശയങ്ങൾക്ക് വിലയുണ്ടോ? ആരെങ്കിലും അത് നെഞ്ചിലേറ്റ് നടക്കുവോ? ഒരിക്കലുമില്ല. ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഒക്കെ എങ്ങനെയാണ്? ആ ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടിയാണ് അതിലുള്ളത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഭാരത സംസ്കാരമോ, നമ്മുടെ ഋഷീശ്വരന്മാർ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? പുരുഷ സൂക്തത്തില് തുടങ്ങുമ്പോൾ ഉള്ള ഒരു മന്ത്രമുണ്ട്. പ്രഭാഷണം ചൊല്ലി വരുന്നോണ്ട് ശബ്ദത്തിൽ വ്യത്യാസം വരും, എന്നാലും സഹിക്കുക കേട്ടോ. തച്ചം യോരാവൃണീമഹേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപതയേ ദൈവീ സ്വസ്തിനസ്തു നഃ സ്വസ്തിർമാനുഷേഭ്യഃ ഊർധ്വം ജിഗാതു ഭേഷജം ശം നോ അസ്തു ദ്വിപതേ ശം ചതുഷ്പതേ. അവസാനത്തെ വരി നോക്കുക. ശം നോ അസ്തു ദ്വിപതേ. രണ്ട് കാലുള്ളവയെല്ലാം ദ്വിപതേ, സൗഖ്യമായിരിക്കട്ടെ. അപ്പൊ പ്രപഞ്ചത്തിൽ എത്രത്തോളം കാലം രണ്ട് കാലുള്ളവയുണ്ടോ അത്രത്തോളം കാലം ഈ മന്ത്രത്തിന്, ഈ വേദത്തിന് പ്രസക്തിയില്ലേ? മനുഷ്യൻ എത്ര കാലുണ്ട്? രണ്ട്, അല്ലേ? അപ്പൊ നമ്മളെല്ലാരും ഇവിടുന്ന് പോയി എന്ന് വെക്കുക, മുഴുവൻ ആ മനുഷ്യരാരുമില്ല. കാക്കയുണ്ടെന്ന് വെക്കുക, കാക്കയ്ക്ക് എത്ര കാലുണ്ട്? രണ്ട്. അപ്പൊ കാക്ക ഉണ്ടെങ്കിൽ ഈ വേദമന്ത്രത്തിന് പ്രസക്തിയില്ലേ? അതായത് രണ്ട് കാലുള്ളവ ഒന്നും ഇല്ലാത്തൊരു കാലം സങ്കല്പിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ? പിന്നെ കണ്ണിന് കാണാത്ത എത്രയോ ജീവികളാണ്. നമ്മുടെ കണ്ണിന്റെ ശക്തി വളരെ കുറവാണ്, ചെവിയുടെ ശക്തി വളരെ കുറവാണ്, അല്ലേ? നമുക്ക് കേൾക്കാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ ബാക്കിയുള്ള ജീവിക്ക് കേൾക്കാം, അല്ലേ? അപ്പോ ഇവിടെയൊക്കെ എത്രയോ രണ്ട് കാലുള്ളത്, 20 കാലുള്ളതും 10 കാലുള്ളതും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും, 8 കാലുള്ളതും. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് ശംനോ അസ്തു ദ്വിപതേ ശം ചതുഷ്പതേ. 4 കാലുള്ളവയ്ക്കെല്ലാം സൗഖ്യമായിരിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? 2 കാലുള്ള ഹിന്ദു സൗഖ്യമായിരിക്കട്ടെ എന്നാണോ? അല്ല. അപ്പൊ ഇത് ഓസ്ട്രേലിയക്കാരൻ വായിച്ചാലും, മെസപ്പൊട്ടോമിയക്കാരൻ വായിച്ചാലും, ഇറാഖിലുള്ളവർ വായിച്ചാലും, അമേരിക്കയിലുള്ളവരോ സാംബിയയിലുള്ളവർ വായിച്ചാലോ നമ്മളുടെ സംസ്കാരത്തിലെ ആശയങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞത് ഇത് നിലനിൽക്കും. തത്ര വിശ്വം ഭവത്യേക നീഠം. അതായത് വിശ്വം എന്ന് പറഞ്ഞാൽ മുഴുവൻ, നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന അത്രയും. ഭവത്യേക നീഠം എന്ന് പറഞ്ഞാല് കിളിക്കൂട്, പക്ഷിക്കൂട്. ഇതൊരു കിളിക്കൂടാണെന്ന്, വൺ ഫാമിലി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം എങ്ങനെയാ? ഹിന്ദുവിന് സൗഖ്യം ഉണ്ടാകട്ടെ, ക്രിസ്ത്യാനിക്ക് സൗഖ്യം ഉണ്ടാകട്ടെ, അങ്ങനെയാണോ? അല്ലേ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത, എല്ലാവർക്കും സൗഖ്യം വരട്ടെ എന്നാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു വൃക്ഷമാണെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലെ ആശയങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഇതുകൊണ്ട് ഒന്നും കാണാതെയല്ല നമ്മളുടെ ആചാര്യന്മാര് ഇതൊക്കെ പറഞ്ഞത്. അതായത് സനാതന സംസ്കാരം എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. ഈ ആശയങ്ങൾക്ക് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. ഇനി രാമായണത്തിലേക്ക് വന്നാൽ, അങ്ങനെയാണെങ്കിൽ രാമായണം നമുക്ക് എന്തു തരുന്നു? രാമായണത്തിലെ ഓരോ ഭാഗവും എടുത്താൽ അതിൽ നിന്ന് 100 കണക്കിന് ആശയങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. അത്രമാത്രമുണ്ട്, 100 കണക്കിന്. ഒരു ഭാഗം എടുത്താൽ ഓരോ ആചാര്യന്മാരെ പലതരത്തിൽ അത് വ്യാഖ്യാനിക്കാം. ഇപ്പൊ ഒരു രംഗം പറയാം. വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്തുകയാണ്. എന്തിനാണ്? ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണം എന്ന് പറയാം. അപ്പൊ വിശ്വാമിത്ര മഹർഷി എത്തുമ്പോഴേ ദശരഥ മഹാരാജാവ് കുറച്ച് വികാരിയാണ്, വികാരങ്ങൾ കൂടുതലാണ്. ഇദ്ദേഹം വിശ്വാമിത്ര മഹർഷിയെ കണ്ടപ്പോഴേ വളരെ സന്തോഷത്തോടുകൂടി വെൽക്കം ഒക്കെ ചെയ്തു. നമ്മൾ പറയത്തില്ലേ, ആദ്യം വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ കൊടുത്തു എന്നൊക്കെ പറയുന്നത് പോലെ കൊണ്ടിരുത്തി കുശല പ്രശ്നമൊക്കെ ചെയ്തു. അടുത്തത് പറയുന്നത് എന്താണെന്നറിയോ? അങ്ങെന്ത് വേണേലും ചോദിച്ചോ, ഞാൻ തരാം. ഇങ്ങനെ പറയാവോ? ഇങ്ങനെ പറയാൻ പറ്റുന്ന ആർക്ക് മാത്ര?
ഭഗവാന് മാത്രല്ലേ പറയാൻ പറ്റൂ എന്തു വേണേലും ചോദിച്ചോളൂ പറയാന്ന്. നമ്മളാണ് എന്ത് പറയണം? എന്റെ കയ്യിലുള്ളത് എന്തെങ്കിലും ചോദിച്ചോ പറയാം. അത് തന്നെ നമുക്ക് പേടിയാ അല്ലേ? നമ്മുടെ കയ്യിലുള്ളത് ചോദിച്ചോ എന്ന് പറഞ്ഞാൽ എന്റെ പുതിയ BMW കാറ് വല്ലതും ചോദിച്ചാൽ എന്ത് ചെയ്യും? എനിക്കില്ല കേട്ടോ, ഞാൻ പറഞ്ഞതാ ഉദാഹരണം അല്ലേ? അങ്ങനെ എങ്ങാനും ചോദിച്ച നമ്മളുടെ കാര്യം എന്താവും? അപ്പൊ എന്താണ്? ദശരഥ മഹാരാജാവ് വന്നതേ ഓഫർ ഇട്ടു, ഇഷ്ടമുള്ളത് ചോദിച്ചു. അപ്പൊ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രാമനെ കൂടെ അയക്കണം. ലക്ഷ്മണനെ ചോദിച്ചിട്ടേ ഇല്ല കേട്ടോ, ലക്ഷ്മണനെ ചോദിച്ചിട്ടേ ഇല്ല വിശ്വാമിത്ര മഹർഷി. ദശരഥ മഹാരാജാവിന് വാർദ്ധക്യകാലത്തിലാണ് പുത്രൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പുത്രന്മാരെ സ്നേഹിച്ചിട്ടുള്ള ആ ഒരു ഇതൊന്നും മാറിയിട്ടില്ല. അപ്പോഴാണ് അശനിപാതം പോലെ ഈ ദശരഥ മഹാരാജാവ് ചോദിക്കുന്നത്. പക്ഷെ ദശരഥ മഹാരാജാവിനറിയാം, ശ്രീരാമനെ വിട്ട കൂടെ ആര് പോകും? ലക്ഷ്മണൻ പോകും. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ കേട്ടിട്ടില്ലേ? ഒന്ന് മേടിച്ചാ ഒന്ന് ഫ്രീ. അതുപോലെയാണ്, രാമൻ പോയോ അവിടെ ലക്ഷ്മണനും പോയിരിക്കും, രാമൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ലക്ഷ്മണനും പോയിരിക്കും. അപ്പൊ അതാണ് ഒരു രീതി. അപ്പൊ ദശരഥ മഹാരാജാവിന് ആകെ പൊല്ലാപ്പായി, പറയണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇവിടെ പറയുന്നു, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും, പണ്ടും ഒരു അബദ്ധം ചെയ്തിട്ടുണ്ട്, പഠിക്കുന്നില്ല ദശരഥ മഹാരാജാവ്. അതാണ്, കൈകേയിക്ക് വരം കൊടുത്തില്ലേ അല്ലെ? യുദ്ധത്തിൽ കൈകേയി നല്ല സ്മാർട്ടിയായിരുന്നു, നല്ല സ്മാർട്ടായിട്ടുള്ള ലേഡിയാണ്, അതിസുന്ദരി. ദശരഥ മഹാരാജാവ് കൂടുതലും താമസിക്കുന്നത് കൈകേയിയുടെ അന്തപുരത്തിലാണ്. ബാക്കിയുള്ളിടത്തൊക്കെ വല്ലപ്പോഴേ പോകാറുള്ളൂ. അപ്പൊ കൈകേയി യുദ്ധത്തിൽ സഹായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒട്ടനെ എടുത്ത് ഓഫർ ഇട്ടു. എന്താണ്? എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. കൈകേയി ആണെങ്കിൽ അതിലും മിടുക്കി. നമ്മൾ മരത്തെ കാണുമ്പോൾ മാനത്ത് കാണും. ദശരഥ മഹാരാജാവ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ഇട്ടു. കൈകേയി പറഞ്ഞു, അതവിടെ റിസർവിൽ ഇരിക്കട്ടെ, ഞാൻ ആവശ്യമുള്ളപ്പോ ചോദിച്ചോളാം അല്ലേ? ദശരഥ മഹാരാജാവിന് ഈ പ്രശ്നം അവിടെ തന്നെ സോൾവ് ചെയ്താൽ മതിയായിരുന്നു. സന്തോഷം വന്നു, ഒരു മാലയോ വല്ലതും കൊടുത്ത് ഒതുക്കിയാൽ മതിയായിരുന്നു അല്ലെ? ഒരു രത്നഹാരോ ഒക്കെ കൊടുത്താൽ ഈ പ്രശ്നം തീരും. ഇതിങ്ങനെ സോക്രട്ടീസിന്റെ വാള് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. കൈകേയി എന്തായിരിക്കും ചോദിക്കുക? എന്ത് വേണമെങ്കിലും ചോദിക്കാം. ദശരഥ മഹാരാജാവിന്റെ ഒരു പ്രശ്നം ഇതാണ്, പെട്ടെന്ന് എടുത്തു ചാടി എന്ത് ഓഫർ വേണമെങ്കിലും കൊടുക്കും. അതുപോലെ വളരെ സന്തോഷിച്ചിരിക്കുമ്പോൾ ഇതുപോലെയുള്ള വാഗ്ദാനങ്ങളൊന്നും കൊടുക്കരുത്. ചില മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോൾ, ചില ഈ സാമ്പത്തിക സഹായമൊക്കെ നടത്താൻ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ മീറ്റിംഗ് ഒക്കെ കൂടുമ്പോ കണ്ടിട്ടില്ലേ പത്രത്തില്, ആ ചേച്ചി കയ്യിലിരുന്ന വള ഊരിക്കൊടുത്തു എന്നൊക്കെ അല്ലെ? അതൊക്കെ വലിയ പത്രത്തിൽ വരും. പിന്നെ അവരുടെ അവസ്ഥ നോക്കിയിട്ടുണ്ടോ? ചിലപ്പം വീട്ടിൽ പോകുമ്പോഴായിരിക്കും ആ ചേച്ചിക്ക് തോന്നുന്നത്, വേണ്ടായിരുന്നു, അപ്പൊ എടുത്ത ആവേശത്തിൽ കൊടുത്തതാ, ഞാൻ മാത്രമേ കൊടുത്തുള്ളൂ അല്ലെ, വെറുതെ ഉണ്ടായിരുന്നതാണ്, ഈ പറയുന്നത് പോലെ പൊല്ലാപ്പ് എന്നൊക്കെ ചിന്തിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയുള്ളപ്പോൾ വേണം തീരുമാനമെടുക്കാൻ? രാമായണം കാണിച്ചു തരികയാണ്. അതായത് വികാരങ്ങൾ മൂർധന്യാവസ്ഥയിൽ, സന്തോഷം വളരെ മൂർച്ഛിച്ചിരിക്കുമ്പോഴും വളരെ ദുഃഖത്തിലിരിക്കുമ്പോഴും നമ്മൾ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ആത്മഹത്യ ചെയ്യുന്നവര് വളരെ ദുഃഖിച്ചിരിക്കുമ്പോഴല്ലേ എടുക്കുക. സന്തോഷം വളരെയധികം ഇരിക്കുമ്പോഴാണ് ചിലപ്പോൾ ഇങ്ങനത്തെ ഓഫറുകളൊക്കെ കൊടുക്കുക. നിങ്ങൾ ക്രിക്കറ്റ് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അറിയാം. ഇപ്പൊ ശ്രീശാന്തും ധോണിയും, ഒരു വിക്കറ്റ് ശ്രീശാന്ത് എടുത്താൽ അവിടെ മുഴുവൻ ഓട്ടിക്കടന്ന് ബഹളമാണ്, ലോകം മുഴുവൻ ഇളക്കി മറിക്കുന്ന രീതിയിലാണ്. ധോണി വിക്കറ്റ് എടുത്താൽ ഓക്കെ, സന്തോഷമുണ്ട്, എല്ലാരെയും ഒന്ന് കാണും. സന്തോഷം പോലും പ്രകടിപ്പിക്കുന്നത് ഓരോരുത്തര് ഓരോ രീതിയിലാണ്. അത് അവനവന്റെ ഉള്ളിലെ ഗുണമനുസരിച്ചാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. കഥകളിയില് പച്ച, കത്തി, കരി, താടി, മിനുക്ക് കേട്ടിട്ടില്ലേ? ഈ മുഖത്തിലെ നിറമൊക്കെ മാറുന്ന കണ്ടിട്ടില്ലേ? അതില് കരയുന്ന രംഗങ്ങളുണ്ട്. സാത്വിക ഗുണമുള്ള ഒരാൾ കരയുന്നത്, രാജസിക ഗുണമുള്ള ഒരാൾ കരയുന്നത്, താമസിക ഗുണമുള്ള ഒരാൾ കരയുന്നൊക്കെ ഉണ്ട്. താമസിക ഗുണമുള്ള ഒരാൾ, ഇപ്പൊ രാക്ഷസന്മാരൊക്കെയാണ് കരയുന്ന എങ്ങനെയാ? വലിയവായില് നിലവിളിക്കും, ഭയങ്കര ഒച്ചയും ബഹളമായിരിക്കും. നേരെ മറിച്ച് ഒരു മരിച്ച വീട്ടിൽ പോയാൽ തന്നെ നമുക്കറിയാം, ഒരു താമസിക ഗുണമുള്ളതാണെങ്കിൽ ഒരകുടക്കെട്ടെന്ന് അലറി നിലവിളിക്കും. രജോ ഗുണമുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ ഒരു മയമൊക്കെ കാണും, എന്നാലും ഒച്ചയൊക്കെ വെളി വരും. സാത്വിക ഗുണമുള്ളവര് കരഞ്ഞാലോ ഒരു വിതുമ്പലും ചീറ്റലും പതുക്കെ മൂക്കുപിഴിയലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങിരിക്കും. അത് അവരുടെ ഉള്ളിലുള്ള ഗുണമനുസരിച്ചാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ദുഃഖമാണെങ്കിലും വളരെയധികം സന്തോഷമാണെങ്കിലും വളരെ പെട്ടെന്ന് തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്ന് രാമായണം കാണിക്കുന്നു. ഇത് തന്നെ മഹാഭാരതത്തിലുണ്ട്. അർജുനനും യുധിഷ്ഠിരനും ഒക്കെ എത്രമാത്രം പ്രതിജ്ഞയാണോ ഭഗവാനെ ചെയ്യുന്നത്. അടുത്ത സൂര്യോദയത്തിന് മുന്നേ അല്ലെ സൂര്യാസ്തമയത്തിന് മുന്നേ ഞാനിവനെ വധിച്ചിരിക്കും. ഭഗവാൻ പറഞ്ഞ നീ എന്തിനാ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നത്? എന്നിട്ട് ഭഗവാന്റെ അടുക്കൽ പോകും. എന്നിട്ട് ഭഗവാൻ പിന്നെ ഇതിന് സൊല്യൂഷൻ കാണണം, സൂര്യനെ മറയ്ക്കണം. എന്തൊക്കെ പാടാണ്. ഭഗവാൻ പല പ്രാവശ്യം പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യാതെ, എനിക്കാണ് ഈ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഇങ്ങനെ വലിയ കടുംപിടുത്തമുള്ള പ്രതിജ്ഞകളൊന്നും ചെയ്യണ്ട. നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കത്തില്ലേ? ഈ 1-ാം തീയതി തൊട്ട് ഞാൻ ഡയറ്റിങ് അല്ലേ, ഞാൻ വയറ് കുറയ്ക്കും, ഞാൻ എന്നാ പറയാ വണ്ണം കുറയ്ക്കും, അല്ലെങ്കിൽ സിഗരറ്റ് വലി ഇല്ലാതെയാക്കും. നമ്മൾ ഇതൊക്കെ തീരുമാനിക്കും. 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ അയഞ്ഞ് പോരും. പിന്നെ നമ്മളിത് പ്രതിജ്ഞ ചെയ്തതുപോലെ നമ്മൾ ഓർക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് പൂർത്തീകരിക്കാനും സാധിക്കണം. അല്ലാത്ത പ്രതിജ്ഞ ചെയ്തിട്ട് കാര്യമില്ല. രാമായണം ഇത് നമുക്ക് മനോഹരമായിട്ട് കാണിച്ചു തരുന്നു. ഇത് ഇന്നത്തെ ജീവിതത്തിൽ പ്രാവർത്തികമല്ലേ? ദശരഥന്റെ ഈ ഒരു സ്വഭാവം നമുക്ക് പഠിക്കേണ്ടതല്ലേ? അപ്പൊ ഇന്നത്തെ ദിവസം ഇന്ന് 30-ാം തീയതി അല്ലേ? ഈ 30-ാം തീയതി ജൂലൈ 30-ാം തീയതി രാമായണത്തിലെ ദശരഥനിൽ നിന്നും എന്ത് നമുക്ക് പഠിക്കാനുണ്ട്? നമ്മള് ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ മാത്രമേ എടുക്കാവൂ. ഇതിന്ന് എടുക്കാവുന്നതല്ലേ? കലിയുഗത്തിന്റെ അവസാന ദിവസം വന്നാൽ ഈ ഒരു ആശയം എടുക്കാൻ സാധിക്കുമോ? എടുക്കാൻ സാധിക്കും. ഇതുകൊണ്ടാണ് രാമായണത്തിന് ഇന്നും പ്രസക്തി ഉണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രാമനെ ഇന്നും നെഞ്ചിലേറ്റി നടക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ രാമായണം നമ്മൾ ഇന്നും നെഞ്ചിലേറ്റി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ടന്മാരായതുകൊണ്ടല്ല, മറിച്ച് എന്താണ്, ഇതിലെ ആശയങ്ങൾക്ക് പ്രസക്തി ഉണ്ട്. ഇന്നും നമ്മളുടെ ജീവിതത്തിൽ ഇതെല്ലാം പ്രയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ധാരാളം രാമായണത്തിനെ പറ്റി പറയാനുണ്ട്. എന്നാലും ക്ഷേത്രത്തിന്റെ കാര്യങ്ങളിലേക്ക് വന്നതിന് ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഇതിലേക്ക് വരാം. ഈ രാമായണത്തിലെ ഒരു ഭാഗം തന്നെ പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കയറാം. വിശ്വാമിത്ര മഹർഷി ഈ കുട്ടികളെയും കൊണ്ട് കാട്ടിലേക്ക് പോയി. അപ്പൊ വിശ്വാമിത്ര മഹർഷി ഈ കുട്ടികളെ നേരത്തെ കണ്ടിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്, ശ്രീരാമനെയും ലക്ഷ്മണനെയും. അപ്പൊ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. എന്ത് പറയുമ്പോഴേ രാമാന്ന് വിളിച്ചിട്ടാ പറയുന്നത്, ലക്ഷ്മണനെ വിളിച്ചിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ രാമനോട് പറഞ്ഞാൽ ആരും കേൾക്കും, ലക്ഷ്മണനും കേൾക്കും. അപ്പൊ ഒരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ വേണ്ടേ? നമ്മൾ ഈ ഐസ് ബ്രേക്കിംഗ് എന്ന് പറയത്തില്ലേ, പരിചയമില്ലാത്ത ഒരു ഗ്രൂപ്പ് വന്നാൽ അവരെ തമ്മിൽ പരിചയപ്പെടാൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? വിശ്വാമിത്ര മഹർഷി പോകുന്ന വഴിക്ക് ഈ കുട്ടികൾക്ക് ബോറടിക്കരുതല്ലോ. അപ്പൊ അതുകൊണ്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ പറഞ്ഞത്, അതെ ആ കാട്ടില് ഭയങ്കര ഒരു രാക്ഷസി ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ കഥയൊക്കെ പറയുന്നുണ്ട്. ഈ കഥയെല്ലാം പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോഴോ ഇവര് തമ്മിൽ നല്ല പരിചയമായി. നമ്മളും ആരുമായിട്ടെങ്കിലും പരിചയമായി കുറേയൊക്കെ മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കാര്യം പറയാൻ തുടങ്ങി. എന്റെ വീട്ടിലില്ലേ ആ പ്രശ്നം ഇങ്ങനെ അല്ലെ, നമ്മൾ സ്വന്തം കാര്യം പറയാൻ തുടങ്ങും. അതുപോലെ കുറെ പരിചയമായി കഴിഞ്ഞപ്പോൾ വിശ്വാമിത്ര മഹർഷി സ്വന്തം കാര്യം പറയാൻ തുടങ്ങി. അതായത് എന്റെ പേര് കൗശികൻ എന്നാണ്. വിശ്വാമിത്രൻ എന്നല്ലേ നമ്മൾ പറയുന്ന പേര്? എന്റെ പേര് ശരിക്കും കൗശികൻ എന്നാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് നമുക്ക് പേര് കിട്ടും അല്ലെ? നല്ല കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പം ഇരട്ടപ്പേരൊക്കെ കിട്ടുന്നു എന്ന് പറയില്ലേ? കയ്യിലിരിപ്പ് നല്ലതാണെങ്കിൽ നല്ല പേര് കിട്ടും, മോശമാണെങ്കിൽ അതുപോലെ ശകുനി എന്നൊക്കെ ചിലരെ വിളിക്കാറില്ലേ? അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ അറിയാം അയാളുടെ കയ്യിലിരിപ്പും നാക്കിലിരിപ്പും എന്താന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല, ക്ഷമിക്കണം. അപ്പോ ഇവിടെ പറയുന്നു, ആ കൗശിക മുനി പറയാണ്, അത് ഞാന് ഈ കാട്ടിലാണ് താമസിക്കുന്നത്, എന്റെ ആശ്രമം ഇവിടെയാണ്, എന്റെ സിസ്റ്റർ ഇവിടെയാണ് താമസിക്കുന്നത്, അതുകൊണ്ട് അവളെ ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഇവിടെ താമസിക്കുന്നത്. ഇതൊക്കെ സത്യമാണ് കേട്ടോ, വാൽമീകി രാമായണത്തിലുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് ബിസിയാണ്, ഞാൻ വേറൊരു സ്ഥലത്ത് പോയിരിക്കായിരുന്നു, അവിടുന്നാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ യാഗം ചെയ്യാൻ പറ്റുന്നില്ല, ഈ രാക്ഷസന്മാരെയൊക്കെ കൊല്ലണം. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ദശരഥ മഹാരാജാവിനോട് പറയുമ്പോൾ താടകയുടെ പേര് പറഞ്ഞേയില്ല. മാരീചനുണ്ട്, സുബാഹു ഉണ്ടെന്നൊക്കെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, താടകയുടെ പേര് പറഞ്ഞില്ല.
കാരണം സ്ത്രീയെ വധിക്കണം എന്നറിഞ്ഞാൽ ചിലപ്പോൾ ദശരഥ മഹാരാജാവ് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. നല്ല സ്ട്രാറ്റജി അല്ലേ. താടകയുടെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ സ്വന്തം കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ വിശ്വാമിത്ര മഹർഷിക്ക് ആ പേരെങ്ങനെ വന്നു? വിശ്വത്തിന് പോലും മിത്രമായിട്ടുള്ളവനാണ് വിശ്വാമിത്രൻ. ഗായത്രി മന്ത്രം നമുക്ക് തന്നത് വിശ്വാമിത്ര മുനിയാണ്. അത് പ്രപഞ്ചത്തിന് തന്നെ സംരക്ഷണമേകുന്നതാണ് ആ ഗായത്രി മന്ത്രം. തനിക്ക് ആ പേരാണ് അതുകൊണ്ട് ലഭിച്ചതെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, കുമാര, ഞാന് ബല അതിബല മന്ത്രം ഉപദേശിച്ചു തരാം. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ കാട്ടിലൂടെ നടക്കുമ്പോൾ കൃത്യസമയത്ത് ആഹാരവും വെള്ളവും ഒന്നും കിട്ടണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് വിശപ്പും ദാഹവും ഒക്കെ അറിയാതിരിക്കാൻ ഞാന് ഈ ബല അതിബല മന്ത്രം ഉപദേശിച്ചു തരാം. അതിനായി ജലമാചമനം ചെയ്ത് ശുദ്ധമായിട്ട് വരിക. ഈ ഒരൊറ്റ വരി നമ്മളാണ് രാമായണത്തിൽ എന്ത് ചെയ്യും? ഈ വരി ശ്രദ്ധിക്കൂ. ജല ആചമനം ചെയ്ത് ശുദ്ധമായിട്ട് വരിക, ഞാൻ ബല അതിബല മന്ത്രം ഉപദേശിച്ചു തരാം. ഈ ഒരു ഭാഗത്തിന് ഇതിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുവോ? ഇല്ല. പക്ഷെ ഈ ഒരു വരിക്ക് ജലമാചമനം ചെയ്ത് ശുദ്ധമായി വരിക എന്നുള്ളതിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് ഇനി 15 മിനിറ്റ് പറയാൻ പോകുന്നത്. അതായത് രാമായണത്തിലെ ഒരു വാക്ക് പോലും വെറുതെ ഉപയോഗിച്ചിട്ടില്ല. അത്രമാത്രം പ്രസക്തി ഉണ്ട്. ഇനി ശ്രീരാമന് രാവണനെ കൊല്ലാൻ സാധിക്കാതെ വരുമ്പോൾ അഗസ്ത്യ മഹർഷി യുദ്ധഭൂമിയിൽ വന്നതിന് ശേഷം ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ? ഈ ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം അഗസ്ത്യ മഹർഷി ശ്രീരാമനോട് പറയുകയാണ്, ശ്രീരാമ, ജലമാചമനം ചെയ്തതിന് ശേഷം 3 തവണ ഈ മന്ത്രം ചൊല്ലി അസ്ത്രം പ്രയോഗിച്ചാൽ രാവണനെ വധിക്കാനാകും. അവിടെയും പറയുന്നു ജലമാചമനം ചെയ്ത്. അപ്പൊ എന്താണ് ഈ ജലത്തിന്റെ പ്രത്യേകത? അവിടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരിക. അപ്പൊ ക്ഷേത്രത്തില് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു. ശില്പി ശില്പം കൊണ്ടുവരുമ്പോൾ അതിന് ജീവനുണ്ടോ? ഇല്ല, ജീവനില്ല. പിന്നെ എങ്ങനെയാണ് അതിന് ജീവൻ കിട്ടുക? ക്ഷേത്രത്തിന്റെ തന്ത്രി ഒരു കലശക്കുടം തന്റെ മുന്നിൽ വെക്കും. കുടത്തിനകത്ത് നിറയെ ജലം കാണും. അതിൽ ദർഭപുല്ല്, മാവില ഇതൊക്കെ ഇടും. ഇതെല്ലാം ഇട്ടതിന് ശേഷം മന്ത്രം ചൊല്ലാൻ തുടങ്ങും. ഈ മന്ത്രം എന്ന് പറയുന്നത് ശബ്ദമാണ് അല്ലെ? ശബ്ദം എന്ന് പറഞ്ഞാൽ ഊർജമാണോ? അല്ലെ? സൗണ്ട് എനർജി കേട്ടിട്ടില്ലേ? ഇപ്പൊ ഇവിടെ ഇരുന്ന് എനിക്ക് ഊർജം, രാവിലെ ഇപ്പൊ ദോശയൊക്കെ കഴിച്ചിട്ട് വന്നുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് പറയാൻ സാധിക്കുന്നത് അല്ലെ? ഞാൻ കഴിച്ച ആഹാരത്തിൽ നിന്നാണ് എനിക്ക് ഊർജം കിട്ടുന്നത്. ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഊർജമാണ്. വെളിച്ചം ഒരു ഊർജമല്ലേ? പ്രകാശം, ലൈറ്റ് ഇസ് ഓൾസോ എ സോഴ്സ് ഓഫ് എനർജി അല്ലെ? അപ്പം ഇങ്ങനെ ഇതെല്ലാം എനർജിയുടെ വിവിധ രൂപങ്ങളാണ്. അപ്പൊ നമുക്കറിയാം വൈദ്യുതി എന്ന് പറയുന്ന ഒന്നുണ്ട്. പക്ഷെ അത് ഫാനിൽ കൂടി പ്രവേശിക്കുമ്പം ഒരു തരത്തിൽ പ്രവർത്തിക്കുന്നു, ലൈറ്റിൽ കൂടി പ്രവേശിക്കുമ്പോൾ ഒരു തരത്തിൽ പ്രവർത്തിക്കുന്നു. പക്ഷെ എല്ലാത്തിലും പോകുന്ന ഒന്ന് തന്നെയല്ലേ? കറന്റ് അല്ലേ പാസ് ചെയ്യുന്നത്? അപ്പൊ അതുപോലെ തന്നെയാണ് ഈശ്വര ചൈതന്യവും. അപ്പൊ ഇവിടെ എന്താണ്? ഈ തന്ത്രി മന്ത്രം ചൊല്ലുന്നു. ഈ മന്ത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്, വാക്കുകൾക്ക് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് സംസ്കൃത മന്ത്രങ്ങളാണെങ്കിൽ അതിന്റെ അക്ഷരങ്ങളുടെ കൂട്ടത്തിന് പ്രത്യേകതയുണ്ട്. കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ്, അക്ഷരങ്ങളുടെ കൂട്ട, ര, മ, ഈ 2 അക്ഷരങ്ങൾ ചേരുമ്പോൾ നല്ല ചില പോസിറ്റീവ് എനർജി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് സത്യമാണോ എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാളെ കൊരങ്ങ എന്ന് വിളിച്ചാ നിങ്ങൾക്ക് എന്തു തോന്നും? കഴുതേ എന്നൊക്കെ വിളിച്ചാൽ സന്തോഷമാണോ തോന്നുക? സങ്കടം തോന്നും. വാക്കിന് ശക്തിയുണ്ടോ? എന്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാലോ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുക? നല്ല ഒരു ഭാവമാണ് തോന്നുക അല്ലേ? അപ്പൊ വാക്കിന് ശക്തിയുണ്ട്. അപ്പൊ ഈ തന്ത്രി എന്ത് ചെയ്യും? ഈ കുടത്തിൽ ജലമെടുത്ത് ആ ജലം എടുത്തിട്ട് അതിനു മുന്നിലിരുന്ന് മന്ത്രം ജപിക്കും. മന്ത്രം ജപിക്കുമ്പോൾ ജലത്തിന് ചില പ്രത്യേകതയുണ്ട്. സ്കൂളില് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ പഠിക്കും. പ്യുവർ സയൻസ് ആണ്. ജലത്തിന് ഇതുപോലുള്ള ഊർജങ്ങളെ
അബ്സോർബ് ചെയ്യാൻ, വലിച്ചെടുക്കാനും റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ജലത്തിലൂടെ കറണ്ട് പാസ് ചെയ്യില്ലേ? ജലത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യും, വെളിച്ചം. ജലത്തിലൂടെ സൗണ്ട് പാസ് ചെയ്യും, ശരിയല്ലേ? ഇതെല്ലാം ചെയ്യും. അപ്പൊ എന്താണ്? തന്ത്രി അവിടെ ഇരുന്ന് ജപിക്കുമ്പോൾ ഈ തന്ത്രിയുടെ ശബ്ദത്തിൽ നിന്ന് വരുന്ന ഊർജം ആര് വലിച്ചെടുക്കും? മുന്നിലിരിക്കുന്ന ജലം വലിച്ചെടുക്കും. അപ്പൊ ആ ഊർജം ഏതിനകത്തുണ്ട്? ഈ ജലത്തിനകത്തുണ്ട്, അല്ലെ? ഈ ജലം എന്ത് ചെയ്യും? നേരെ ആ ശിലയിലേക്ക് ഒഴിക്കും. ഒഴിക്കുമ്പോ എന്താണ്? ജലത്തിന് ഈ എനർജിയെ പുറത്തേക്ക് വിടാനുള്ള കഴിവുണ്ട്. ശിലയിലേക്ക് ഈ ഊർജം വരും. അതോടുകൂടി എന്തായി? അതിന് ഊർജം വന്നു. ഊർജം അല്ലേ നമ്മൾ അതിന് പറയുന്ന പേരെന്താണ്? ചൈതന്യം, അല്ലെ? നമ്മൾ പറയുന്ന ഭാഷ അങ്ങനെയാണെന്ന് മാത്രം. അപ്പൊ ആ ശിലയ്ക്ക് ചൈതന്യം വന്നു, ഊർജം വന്നു. നമ്മുടെ ഉള്ളിലും എല്ലാം ഉള്ളത് ഊർജമല്ലേ? ഈ ഊർജം ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ശിലയ്ക്ക് ചൈതന്യം വരുന്നത്. പിന്നീട് എന്ത് ചെയ്യും? ഈ ഊർജത്തിനെ കൂട്ടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് മേൽശാന്തിയും തന്ത്രിയും എല്ലാം നിരന്തരമായിട്ടുള്ള സാധനയിലൂടെ, ജപത്തിലൂടെ ഇതിന്റെ ചൈതന്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് തന്ത്രിയും മേൽശാന്തിയും ഒക്കെ സാത്വിക ഭാവമുള്ളവരായിരിക്കണം. ഇപ്പൊ ഞാൻ ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത്. ഏറ്റുമാനൂര് മേൽശാന്തി 3 വർഷം പുറപ്പെടാ ശാന്തിയാണ്. ഇങ്ങും വേറെ പോകാൻ പാടില്ല. മേൽശാന്തി മഠം ക്ഷേത്രം, മേൽശാന്തി മഠം ക്ഷേത്രം. കാരണം അത്രമാത്രം ചൈതന്യ ലോപം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റ് സമൂഹവുമായിട്ട് ഒന്നും മേൽശാന്തി ഇടപെടാൻ പാടില്ല. മേൽശാന്തി എന്ത് വേണം? ഭഗവത് കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കണം. അതായത് ഈശ്വരൻ എന്ന് പറയുന്ന ഒന്നേ ഉള്ളെങ്കിലും ദേവൻ എന്ന് പറയുന്നത് പലതുണ്ട്. ദേവന് ശക്തി കൊടുക്കുന്നത് പോലും നമ്മളാണ്. അപ്പൊ ഒരു ഗ്രാമത്തിന്റെ ക്ഷേത്രം നോക്കിയാൽ അവിടെയുള്ള ആളുകളെ പറയാന്നാണ് പറയുക. ഒരു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം ജീർണിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രാമം അഭിവൃദ്ധിപ്പെടില്ല. ഒരു ഗ്രാമം അഭിവൃദ്ധിപ്പെടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ക്ഷേത്രം അഭിവൃദ്ധിപ്പെടണം. കാരണം എന്താന്ന് വെച്ചാല് ഈ ഊർജം മുഴുവൻ ഈ ശിലയിലേക്ക് ആവാഹിക്കുന്നു. ഈ ശില എന്ത് ചെയ്യും? ഈ ഊർജത്തെ മുഴുവൻ പ്രസരിപ്പിക്കുന്നു. കൂടുതൽ കൂടുതൽ ജപവും പ്രാർത്ഥനയും ഉണ്ടാകും തോറും ശിലയുടെ ശക്തി കൂടും. അത് വിഗ്രഹം ഭഗവാനായിട്ട് മാറി ആ ഊർജം പ്രസരിപ്പിക്കുമ്പോൾ അതെല്ലാവരിലേക്കും പ്രവഹിക്കും. അപ്പൊ ഇതാണ് ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ആ കലശത്തിന്റെ, ജലത്തിന്റെ പ്രാധാന്യം. ഇനി ജലത്തിന് ഇതുപോലെ തന്നെ ശുദ്ധമാക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ പുണ്യാഹം ജപിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പനിനീര് വെച്ചിട്ടാണോ? കരിക്കും വെള്ളം വെച്ചിട്ടാണോ? ആണോ? എന്ത് വെച്ചിട്ടാണ് പുണ്യാഹം ജപിക്കുക? വെള്ളം എടുക്കാൻ നമ്മൾ പറയുന്ന സാധാരണ വെള്ളം വെച്ചിട്ടാണ്, അല്ലെ? എന്തുകൊണ്ടാണ്? തിരുമേനി എന്താണ് ചെയ്യുക? നമ്മുടെ വീട്ടില് പുല വന്നു, വാലായ്മ വന്നു. നമ്മൾ പുലയും വാലായ്മയും ഇല്ലാത്ത ആരോടെങ്കിലും പറയും, ഒന്ന് അമ്പലത്തിൽ പോയി പുണ്യാഹം ജപിച്ചിട്ട് വരാം. ഇവിടെ എന്താ പ്രോസസ്സ് നടക്കുക? മേൽശാന്തി ഉടനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെക്കും, അതിലൊരു ദർഭപ്പുല്ലിടും. ദർഭയ്ക്കൊക്കെ ഒത്തിരി പറയാനുണ്ട് കേട്ടോ കാര്യം, പക്ഷെ അത് പറഞ്ഞാൽ നമുക്കിന്ന് തീരില്ല. ദർഭപ്പുല്ലെടുത്തിട്ട് അവിടെ ഇരുന്ന് മന്ത്രം ജപിക്കും. മന്ത്രം ജപിക്കുമ്പോൾ പഴയ പ്രോസസ്സ് തന്നെയാണ്. മന്ത്രം ജപിക്കുമ്പോൾ ഈ ജലത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള വളരെ നല്ല ഊർജം ആ ജലത്തിലേക്ക് വരും. ആ മന്ത്രപൂരിതമായിട്ടുള്ള ജലം നമ്മളുടെ അടുക്കൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? നമ്മളത് കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി മുഴുവൻ മാറി പോസിറ്റിവിറ്റി കൊണ്ട് നിറയും. സിമ്പിൾ ലോജിക്. അപ്പൊ ഒന്ന് ആലോചിക്കുക, നമ്മുടെ ഋഷീശ്വരന്മാർ എത്ര മാത്രം മനസ്സിലാക്കിയിട്ടാണ് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ വെച്ചിരിക്കുന്നത്. ഇനി ക്ഷേത്രത്തിലെ ആറാട്ട്, ഇവിടെ ആറാട്ടുണ്ടോ? ദേവൻ ആറാട്ട് ആയിട്ടില്ല. അതായത് കൊടിമരങ്ങളൊക്കെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ആറാട്ടുണ്ടല്ലോ. ഈ ആറാട്ട് ഒരിക്കലും ക്ഷേത്രത്തിനുള്ളിലെ കോമ്പൗണ്ടിനുള്ളിലെ കുളത്തിലോ കിണറ്റിലോ ആയിരിക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ ധാരാളം ക്ഷേത്രത്തിലൊക്കെ പോയിട്ടില്ലേ? അവിടുത്തെ ആറാട്ട് എവിടെയാണ്? കുറച്ച് മാറിയില്ലേ? ആ ലൊക്കാലിറ്റിയിലോ ആ ഗ്രാമത്തിനുള്ളിലോ അടുത്ത ഗ്രാമത്തിനുള്ളിലോ ആയിരിക്കും. ഒരിക്കലും ക്ഷേത്രത്തിനുള്ളിലായിരിക്കില്ല, അല്ലെ? ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കൽ ഭഗവാൻ ആ ഗ്രാമത്തിന്റെ ചൈതന്യം പുറത്തു വന്ന്
ആ ജലത്തിൽ ആ ഗ്രാമത്തിനുള്ളിൽ തന്നെയുള്ള ഒരു നദിയിലോ കുളത്തിലോ നിക്ഷേപിക്കുകയാണ്. ഭഗവാൻ ആറാടുമല്ലേ, ഭഗവാൻ അതില് ജലത്തിൽ മുങ്ങുമ്പോഴേക്കും ഭഗവാന്റെ ചൈതന്യം അതിൽ മുഴുവൻ സ്പ്രെഡ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളും ചാടും. നമ്മളും കൂടെ സ്നാനം ചെയ്യുമ്പോൾ ആ ചൈതന്യം നമ്മളിലേക്കും വരും. ഇനി ദുബായിലുള്ള ആളാണ്, വരാൻ പറ്റിയില്ലെങ്കിലും ഭൂമിക്കടിയിലൂടെ ഈ ചൈതന്യം സസ്യലതാദികളിലും എല്ലാം എത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വിഷമിക്കണ്ട. നേരെ മറിച്ച് ക്ഷേത്രത്തിനുള്ളിലുള്ള കുളത്തിലോ കിണറ്റിലോ ഒക്കെ ആണ്, കിണറ്റിൽ പറ്റില്ല, കുളത്തിലാണ് ആറാടുന്നതെങ്കിലോ അവിടെ ആർക്ക് മാത്രം കുളിക്കാൻ പറ്റും? തന്ത്രിക്കും മേൽശാന്തിക്കും കീഴ്ശാന്തിക്കും മാത്രം, അല്ലേ? അപ്പൊ നോക്കൂ, ആ ഒരു ഗ്രാമത്തിന് മുഴുവൻ ചൈതന്യം വരാൻ ആ ഗ്രാമദേവത ഏത് രീതിയിൽ പെരുമാറുന്നു? ആ വർഷത്തിൽ ഒരിക്കൽ അവിടെ വന്ന് സ്നാനം ചെയ്യുന്നു. ഇത് തന്നെയാണ് കുംഭമേളയുടെ മഹാത്മ്യം. കുംഭമേള എന്ന് കേട്ടിട്ടുണ്ടോ എല്ലാരും? കുംഭമേള ഭാരതത്തില് 4 സ്ഥലങ്ങളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ഒന്ന് പ്രയാഗ്രാജ്, കാശിക്കടുത്ത്. ഈ പ്രയാഗ്രാജ് എന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര പേർക്ക് മനസ്സിലാകും എന്ന് എനിക്കറിയില്ല. അലഹബാദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ പേര് പുരാണങ്ങളിൽ പ്രയാഗ് എന്നാണ്. പ്രയാഗ് എന്ന് പറഞ്ഞാൽ നദികളുടെ സംഗമം. അവിടെ ത്രിവേണി സംഗമമാണ്. ഗംഗ, യമുന, സരസ്വതി അടിയിൽ കൂടി വരുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു സംസ്കാരത്തിനെ നശിപ്പിക്കാനായി ശ്രമിക്കുന്നവർ ആദ്യം ചെയ്യുന്നത് പേര് മാറ്റുക എന്നുള്ളതാണ്. പേര് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അസ്തിത്വം തന്നെ ഇല്ലാതെയാവും. കുറെ കഴിയുമ്പോൾ നമ്മൾ തന്നെ മറന്നുപോകും നമ്മള് ഇന്ന സംസ്കാരത്തിലുള്ളവരാണ്. കുറച്ചു കാലം മുമ്പ് മതം മാറിപ്പോയ ഒരു കുട്ടിയുണ്ട്, ഹാദിയ. നമുക്ക് പോലും ആ കുട്ടിയുടെ ആ ഹിന്ദു മതം അനുസരിച്ച് ജീവിച്ചപ്പോൾ ഉള്ള പേരറിയില്ല. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഉദാഹരണം പറയുന്നത് എന്താണ്? ഹാദിയ എന്നാണ്. അപ്പൊ നമ്മളുടെ വിചാരം എന്താ? ആ കുട്ടിക്കും കേട്ട് 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 താൻ ഒരു ഇസ്ലാം മതത്തിലുള്ളതാണ് വിചാരിക്കും. നമ്മുടെ ഭാരതത്തിലെ എത്രയോ സ്ഥലങ്ങളുടെ പേരാണ് ഇതുപോലെ മാറ്റിയിരിക്കുന്നത്, അല്ലെ? ഇപ്പൊ ഇതെല്ലാം തിരിച്ചു കുറേശ്ശെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ അലഹബാദിന്റെ പേര് തിരിച്ച് പ്രയാഗ്രാജ് എന്നാക്കി. പക്ഷെ ഉണ്ടായിരിക്കുന്ന നഷ്ടം ചെറുതൊന്നും അല്ല. കാരണം ആ പേര് ഇനി നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏതൊരു സംസ്കാരത്തിനെ ഇല്ലാതെയാക്കാനും പുതിയ ഒരു സംസ്കാരം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാനും ആദ്യം ചെയ്യുന്നത് പേര് മാറ്റുക എന്നുള്ളതാണ്. അത് വളരെയധികം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ ഈ കുംഭമേള നടക്കുന്ന 4 സ്ഥലങ്ങൾ, ഒന്ന് ഈ പറയുന്ന പ്രയാഗ്രാജ്, ത്രിവേണി സംഗമം. ഈ 4 സ്ഥലങ്ങളുടെയും പേര് പറയാം. ഈ 4 സ്ഥലങ്ങളും പറയുമ്പോൾ നദിയുടെ പേര് ചേർത്തിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ പ്രയാഗ്രാജ് ത്രിവേണി സംഗമമാണെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് ഹരിദ്വാറിൽ വെച്ചിട്ടാണ്, ഗംഗയുടെ തീരത്ത്. പിന്നെ ഉള്ളത് ഉജ്ജയിനിയിലെ ക്ഷിപ്രാ നദിയുടെ തീരത്ത്. ഉജ്ജയിനി കേട്ടിട്ടില്ലേ? വിക്രമാദിത്യ മഹാരാജാവിന്റെ ആസ്ഥാനം, സന്ദീപനി മുനിയുടെ ആശ്രമം, ഇതൊക്കെ അവിടെയാണ്. പിന്നെ ഉള്ളത് ത്രയംബകേശ്വറില് ഗോദാവരി തീരത്ത്, പൂന. അതായത് 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ്. ഈ 4 സ്ഥലങ്ങളിൽ വെച്ചാണ് കുംഭമേള നടക്കുന്നത്. ഈ കുംഭമേളയുടെ പ്രത്യേകത, കുംഭമേള നടക്കുന്ന സമയത്ത് ഭാരത സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന ഋഷീശ്വരന്മാരും തപസ്സികളും ഗുഹകളിൽ നിന്നെല്ലാം, ഹിമാലയത്തിന്റെ മലമടക്കുകളിൽ നിന്നും, രമണാശ്രമത്തിൽ നിന്നും, തിരുവണ്ണാമലയിൽ നിന്നും ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്തെത്തും. ഇപ്പൊ ഇവരുടെ ഉള്ളിൽ എന്താണ്? അസാമാന്യമായിട്ടുള്ള തേജസ്സും തപശക്തിയും ഉണ്ട്. എത്രയോ കാലത്തെ തപസ് കൊണ്ട് ആർജിച്ച ശക്തിയുണ്ട്. ഈ കുംഭമേളയിൽ ഏറ്റവും പ്രധാനം സ്നാനമാണ്, ഈ നദിയിലുള്ള സ്നാനം. അപ്പൊ ഈ ഋഷീശ്വരന്മാരെല്ലാം ചേർന്ന് തിഥി നോക്കി, നല്ല മുഹൂർത്തം നോക്കി സ്നാനം ചെയ്യും. അപ്പോൾ ഈ കുംഭമേള കൂടാനായി പോയിരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യും? കൂടെ സ്നാനം ചെയ്യും. അപ്പോൾ എന്താണ്? ഈ ഋഷീശ്വരന്മാരുടെ ചൈതന്യമെല്ലാം നമ്മുടെ ഉള്ളിലേക്കും പ്രവേശിക്കും. ഈ 4 നദികളും 4 സ്ഥലങ്ങളും എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? ഈ 4 നദികളോ നദികളുടെ കൈവഴികളോ ഭാരതം ഒട്ടുക്കെത്തുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഈ ചൈതന്യം ഭാരതത്തിൽ എല്ലായിടത്തും എത്തുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇത്രയും ശ്രമിച്ചിട്ടും പിന്നെ ഓടിപ്പോകേണ്ടി വന്നത്. നമ്മളെ കീഴടക്കാൻ സാധിക്കാത്തത് ഈ ഒരു സംസ്കാരം, ചൈതന്യം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ കുംഭമേള ഹരിദ്വാറിൽ നടന്നാൽ 3 വർഷം കഴിയുമ്പോൾ പ്രയാഗ്രാജിൽ നടക്കും.
പിന്നീട് 3 വർഷം കഴിയുമ്പോൾ ഉജ്ജയിനിയിൽ, 3 വർഷം കഴിയുമ്പോൾ, ഓർഡർ അനുസരിച്ചല്ല ഞാൻ പറയുന്നത്, പിന്നെ 3 വർഷം കഴിയുമ്പോൾ ത്രയംബകേശ്വറിൽ, വീണ്ടും പ്രയാഗ്രാജിൽ വരും. അപ്പൊ എത്രയായി? ഒരു സ്ഥലത്ത് 12 വർഷം കൂടുമ്പോഴാണ് നടക്കുക. 3 വർഷം കൂടുമ്പോൾ ഈ ചൈതന്യ വർധനവ് സംഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് ക്ഷേത്രത്തിലെ കലശത്തിനുള്ള പ്രാധാന്യം. 12 വർഷം കൂടുമ്പോൾ ക്ഷേത്രത്തിലെ കുംഭാഭിഷേകം കേട്ടിട്ടില്ലേ? ഭഗവത് ചൈതന്യം ധാരാളം കുംഭങ്ങൾ വെച്ച് തിരുമേനിമാരെല്ലാം മന്ത്രം ജപിച്ച് ആ ജലം ഭഗവാൻ അഭിഷേകം ചെയ്യും അല്ലെ. 108 കുടം ശതകലശം ഒക്കെ കേട്ടിട്ടില്ലേ അല്ലെ? 11 കുടം കലശം വളരെ വിശേഷമാണ്. കാരണം എന്താണ്? ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ഈ ഗർഭഗ്രഹം, ഭഗവാനെ ഒരു പുനഃപ്രതിഷ്ഠയൊക്കെ ചെയ്യണം, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്പയറിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ചൈതന്യത്തെ എന്ത് ചെയ്യും? വീണ്ടും ഈ ചൈതന്യത്തെ തന്ത്രി ഒരു കുടത്തിലേക്ക് ആവാഹിക്കും, കലശക്കുടത്തിലേക്ക്. എന്നിട്ട് അത് അവിടെ എവിടെയെങ്കിലും മാറ്റിവെക്കും. പിന്നെ അതാണ് ദേവി. പിന്നീട് ഈ ക്ഷേത്രത്തിലെ പണിയെല്ലാം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ കലശത്തിലെ ജലം എന്ത് ചെയ്യും? ആ ശിലയിലേക്ക് ആറാടും. അപ്പൊ വീണ്ടും ആ ശിലയ്ക്ക് ചൈതന്യം വരും. നോക്കൂ, എത്ര മാത്രം ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ആചാര്യന്മാർ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് അവരപ്രസക്തമായ ഒന്നും പറഞ്ഞിട്ടില്ല. പ്യുവർ സയൻസ് ആണ്. നമ്മുടെ ആളുകൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത് സയൻസിന്റെ രീതിയിൽ മറുപടി പറയണമെന്നാണ്. നമ്മളുടെ ആചാര്യന്മാര് മണ്ടന്മാരല്ല. അവരെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് വേണം. അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. അതായത് നമ്മൾ പലതും അന്ധവിശ്വാസമാണ്, അസംബന്ധാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇവിടെ ഒരു കുട്ടി ജനിക്കുന്ന ഒരു ഭാഗം എടുക്കുക. അപ്പൊ സാധാരണയായിട്ട് പറയാറുണ്ട്, ഒരു കുട്ടി ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഗർഭം തീരുമാനമാകുന്നതിന് ഒരു 2 മാസം എടുക്കും ഗർഭലക്ഷണങ്ങൾ ശരിക്കറിയണമെങ്കിൽ. അതുകൊണ്ട് 2 മാസത്തിന് മുമ്പ് ഗർഭം പുറത്തു പറയാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ സംസ്കാരങ്ങൾ ഗർഭവുമായി ബന്ധപ്പെട്ടതെല്ലാം 2 മാസം കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. 2 മാസം കഴിയുമ്പോൾ പുംസവനം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. കാരണം ആ വയറ്റിലുള്ള കുട്ടിയായിട്ടില്ല, ശരിക്കും കൈകാലൊന്നും വന്നിട്ടില്ല. അവിടെ ഗർഭരക്ഷയാണ്. ചില മന്ത്രങ്ങളെല്ലാം ചൊല്ലി കുട്ടിയുടെ അച്ഛനും അമ്മയും ഇരുന്ന് ചൊല്ലും ഗർഭത്തിനെ രക്ഷിക്കാൻ. എന്തിനാണ്? അപ്പൊ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും തന്നെ തോന്നും ഞങ്ങള് അച്ഛനമ്മമാരാകാൻ പോകുന്ന ഒരു സീരിയസ്നെസ് ഒക്കെ വരണ്ടേ. ഈ മന്ത്രമൊക്കെ ചൊല്ലി ചടങ്ങൊക്കെ ചെയ്യുമ്പോൾ ഈ ഗർഭത്തിലുള്ള കുഞ്ഞ് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, ഞാനൊരു അച്ഛനാകാൻ പോകുന്നു, അമ്മയാകാൻ പോകുന്നു എന്നുള്ള തോന്നല് വരും. ഒരു 4 മാസമൊക്കെ കഴിയുമ്പോഴാണ് സീമന്തോന്നയനം. ആ സമയത്ത് എന്താണ്? ഈ പെൺകുട്ടി, ഗർഭിണിയായ പെൺകുട്ടിയെ ഇരുത്തിയതിന് ശേഷം ബന്ധുക്കൾ എല്ലാവരും വന്ന് അനുഗ്രഹിക്കുന്നു. പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും ഈ കുട്ടിക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ എന്നുള്ള ഭാവനയോടെ. പിന്നീട് പേരാൽ മൊട്ടും പല സാധനങ്ങളും എല്ലാം ചേർത്ത് നെയ്യിൽ കുഴച്ച് സേവിക്കാൻ കൊടുക്കും. ഈ നെയ്ക്ക് നമ്മുടെ സംസ്കാരത്തിൽ വളരെ വലിയ ഭാഗമുണ്ട് അല്ലെ. 6 മാസം കഴിയുമ്പോൾ നമ്മൾ ഗർഭിണികൾ നെയ്യ് സേവിക്കില്ലേ? ജനിച്ചു കഴിഞ്ഞാലോ നെയ്യ് കൊടുക്കും. വിദ്യാരംഭത്തിന് നെയ്യിലോ തേനിലോ മുക്കിയല്ലേ കൊടുക്കുക. കാരണം ഈ നെയ്ക്ക് ബുദ്ധിവികാസവുമായി വളരെ ബന്ധമുണ്ട്. അപ്പൊ 4-ാം മാസത്തിൽ ഒരു ചടങ്ങ് വെച്ചിരിക്കുന്നു. പേരാലിൻ മുട്ടും നെയ്യും എല്ലാം ചേർത്ത് ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ഗർഭിണിയായ കുട്ടിക്ക് കൊടുക്കുക. 6 മാസം ആകുമ്പോഴേക്കോ ഈ വയറ്റിലുള്ള കുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ വളരാൻ തുടങ്ങി, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. ലാംഗ്വേജ് ഒന്നും ആ കുട്ടിക്ക് മനസ്സിലാകില്ല, പക്ഷെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അമ്മ ഈ സമയത്ത് ശബ്ദം ഇതിന് കേൾക്കാൻ പറ്റും. ഘോരമായിട്ടുള്ള ശബ്ദങ്ങൾ, സീരിയല്, ബഹളം, ഇതൊന്നും ഈ സമയത്ത് കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. 90% ഒരു 98% ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് വയറ്റിനുള്ളിൽ വെച്ചാണ്. 9 മാസം ആകുമ്പോഴേക്കും ഈ കുട്ടിയുടെ തലയിൽ 100 ബില്യൺ നാഡീ കോശങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കും. 9 മാസം ആകുമ്പോൾ. അതായത് നാഡീ കോശങ്ങളുടെ ഒരു കാടായിട്ടാണ് വെളിയിൽ വരുന്നത്. എന്നിട്ടാണ് വെളിയിൽ വന്നിട്ട് ഈ കൊച്ചിനെ നമ്മൾ പഠിപ്പിക്കാൻ നോക്കുന്നത് സംസ്കാരം. അപ്പൊ അതുകൊണ്ട് നല്ലൊരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ 10 മാസം ചെയ്താൽ മതി. സുജാതയുടെ മോളെങ്ങനെ ഇങ്ങനെ പാടുക, യേശുദാസിന്റെ മോനെങ്ങനെ ഇങ്ങനെ പാടുന്നത്,
വയറ്റിനുള്ളിൽ കിടക്കുമ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ സംസ്കാരം എന്താണോ അത് ആ കുട്ടി പുറത്തു വരുമ്പോൾ കാണിക്കും. പക്ഷേ നമ്മുടെ ആളുകൾക്കെല്ലാം അസംബന്ധമാണ്. എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചു, രണ്ടാമത്തെ കുട്ടിക്ക് സ്മാർട്ട്നെസ് കുറച്ച് കൂടുതലായിരിക്കില്ലേ, വർത്തമാനോ സ്മാർട്ട്നെസ് കുറച്ച് കൂടുതലായിരിക്കും, കുറച്ചൊരു വീര്യം കൂടുതലായിരിക്കും. ഒന്നാമത്തെ ഗർഭമാകുമ്പോൾ നമുക്ക് ആദ്യത്തെ ഗർഭമാണ്, നമുക്ക് വലിയ പരിചയമൊന്നുമില്ല, നമ്മൾ വളരെ മര്യാദയ്ക്ക് വീട്ടുകാർ പറഞ്ഞതൊക്കെ കേട്ടിരിക്കും. രണ്ടാമത്തെ ഗർഭമാകുമ്പോൾ നമുക്കിത് പരിചയമുള്ള കാര്യം, പിന്നെ ഒന്നാമത്തേൻ്റെ പുറകെ നടക്കണം, ബഹളം, അടി, വഴക്ക് എല്ലാം കൂടി ആകുമ്പോൾ ഇതെല്ലാം അകത്തിരിക്കുന്ന കുട്ടി കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. 8-ാം മാസമാകുമ്പോൾ നമ്മൾ എന്ത് പറയുന്നോ അത് മുഴുവൻ ഈ കുട്ടിക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് അഭിമന്യു ചക്രവ്യൂഹം ഭേദിച്ചത് കഥ മാത്രം. ഇത് ഭഗവാൻ കാണിച്ചു തരുന്നില്ലേ? അതായത് ഇപ്പൊ നമ്മളൊക്കെ ഓഫീസിൽ പോയി വന്നാൽ ഭർത്താക്കന്മാര് വൈകുന്നേരം വീട്ടിൽ വന്ന് ഭാര്യയോട് ഓഫീസ് വിശേഷം പറയും, അല്ലെ? അർജുനന്റെ ഒക്കെ ഓഫീസ് വിശേഷം എന്താ? യുദ്ധമാ, ഒരു അല്ലെ? ക്ഷത്രിയന്മാരല്ലേ, എന്ന് യുദ്ധത്തിന് പോകും. ഇപ്പൊ തിരിച്ചു വന്ന ഒരു ദിവസം സുഭദ്രയോട് യുദ്ധവിശേഷങ്ങൾ പറയുകയാണ്. അപ്പൊ അതിലാണ് ചക്രവ്യൂഹം ഭേദിക്കുന്നത് പറയുന്നത്. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്താണോ വല്ല ഫോൺ കോൾസ് വന്നോ അവിടുന്ന് ഇറങ്ങി പോയി. ഭേദിച്ചകത്ത് കയറുന്നത് വരെ പറഞ്ഞു, തിരിച്ചിറങ്ങി വരുന്നത് പറയാൻ സമയം കിട്ടിയില്ല. അർജുൻ എന്തെങ്കിലും തിരക്ക് വന്ന് പോയി കാണും. പക്ഷേ സുഭദ്ര ഗർഭിണിയായിരുന്നു, 8-ാം മാസത്തിലാണ് ഇത് സംഭവിച്ചത്. പക്ഷെ സുഭദ്രയുടെ വയറ്റിലുള്ള കുട്ടി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അർജുൻ ഇത് അറിഞ്ഞുകൊണ്ടല്ല പറഞ്ഞത്. ഭഗവാൻ വന്ന് ചോദിക്കുന്നുണ്ട്, അർജുന, നിനക്കറിയാമോ സുഭദ്രയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി നീ ഈ പറഞ്ഞതെല്ലാം കേൾക്കുന്നുണ്ട്? പക്ഷെ നമുക്കതും അന്ധവിശ്വാസമാണ്, അസംബന്ധമാണ്. എന്നിട്ടോ കുട്ടി പുറത്തു വന്ന് കുരുത്തക്കേട് കാണിക്കുമ്പോൾ നമ്മൾ ഭർത്താവിനോട് പറയും, അതെങ്ങനെ, നിങ്ങളുടെ കയ്യിലിരിപ്പല്ലേ, കാണിക്കുക. പക്ഷെ നമ്മൾ പ്രഹ്ലാദ ചരിതം പഠിപ്പിക്കുകയും ചെയ്യും. അച്ഛൻ എത്ര കുരുത്തം കെട്ടവനാണെങ്കിലും, രാക്ഷസകുലത്തിൽ ജനിച്ചവനാണെങ്കിലും, ദുഷ്ടനാണെങ്കിലും എങ്ങനെ ഇങ്ങനൊരു കുഞ്ഞുണ്ടായി? അമ്മ ചെയ്യേണ്ടത് ചെയ്തു. കയാധു എന്ത് ചെയ്തു? നാരദ മഹർഷി പിടിച്ചുകൊണ്ട് പോയില്ലേ? നാരദ മഹർഷി കൊണ്ടുപോയി വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പറഞ്ഞു കൊടുത്തു. വയറ്റിലുള്ള കുട്ടി കേട്ടു, നല്ല കുഞ്ഞുണ്ടായി. പക്ഷെ ഇതൊന്നും നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്ന് തോന്നാറേയില്ല. ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാലോ, ജനിച്ചു കഴിഞ്ഞ പൊക്കിൾ കൊടി മുറിച്ചാലുടൻ കുഞ്ഞിനെ ശുദ്ധമാക്കുന്നതിന് മുമ്പേ അച്ഛൻ എടുത്ത് വേദോസി എന്ന് ചെവിയിൽ ഓതണം എന്നാണ് പറയാ. മുസ്ലിം മതത്തിലുള്ളവർക്ക് ഈ ചടങ്ങുണ്ട്. പ്രസവത്തിന് അവിടുന്ന് കൊണ്ടുവന്നാലിടൻ തന്നെ നീ വേദമാകുന്നു, സാമാന്യമായിട്ടുള്ള ഒരു നാമമാണ് കൊടുക്കുക. പിന്നീടോ 10 ദിവസം കഴിഞ്ഞേ കുഞ്ഞിന് പേരിടാവും. ഒന്നുകിൽ 11 അല്ലെ 28. എന്തുകൊണ്ടാണ്? 10 ദിവസത്തിന് മുമ്പ് വീട്ടിലേക്ക് വേറെ ആരും പോയരുത്. കുഞ്ഞിന് പ്രതിരോധ ശക്തി ഉണ്ടാകണം. മുലപ്പാല് കുടിച്ച് പ്രതിരോധ ശക്തി ഉണ്ടായാൽ മാത്രമേ ആളുകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താവൂ. 10 ദിവസം വേറെ ആരെയും വീട്ടിലേക്ക് കയറ്റരുത്. എന്ന് വെച്ചാൽ ചൂലും പിടിച്ച് നിൽക്കരുതേ, പറയുകയായിരുന്നു. നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. കാണാൻ പോകുന്നവർ 10 ദിവസം കഴിഞ്ഞ് കുഞ്ഞിന് പേരൊക്കെ ഇടുമ്പോ എല്ലാരും വന്ന് അനുഗ്രഹിക്കുകയൊക്കെ വേണ്ടേ, ആശീർവദിക്കണം. അതിനാണ് 11-ാം ദിവസം. പക്ഷെ നമ്മുടെ ആചാര്യന്മാര് പറയുന്നു 2.5-3 മാസം കുഞ്ഞിനെ വെളിയിലേക്ക് ഇറക്കരുത്. പറയാറില്ലേ, ഗർഭിണികളും വളരെയധികം വിശ്രമിക്കണം എന്ന് പറയും. കാരണം സ്ത്രീയുടെ ശരീരം ഇളതായി, ഇത്രയും വലിയൊരു ശരീരത്തിൽ നിന്ന് ഭാരവും അല്ലെങ്കിൽ പല ദ്രാവകവും എല്ലാം പോയതുകൊണ്ട് ശരീരം ഇളതാണ്. പിന്നെ പിടിച്ചു കയറി വരണമെങ്കിൽ സമയമെടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ആ സമയം കഠിനമായിട്ടുള്ള ജോലികളൊന്നും ചെയ്യരുത്. അത് പിന്നീട് വളരെ ദോഷകരമായിട്ടുള്ള ആരോഗ്യ അവസ്ഥകളിലേക്ക് എത്തിക്കും. ഇപ്പൊ ഒരു 3-3.5 വയസ്സാകുമ്പോ, 3.5 മാസം ആകുമ്പോ നല്ല തിഥിയൊക്കെ നോക്കി അച്ഛൻ ഈ കുട്ടിയെ സൂര്യന്റെ അടുക്കൽ കൊണ്ട് കാണിക്കണം, ചന്ദ്രനെ കാണിക്കണം. നോർത്തിലൊക്കെ ഇന്നും നിഷ്ക്രമണം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് പതുക്കെ ചോറൂണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ആചാര്യന്മാര് കറക്റ്റ് ഓർഡർ അനുസരിച്ചാണ് വെച്ചിരിക്കുക. ഈ കുട്ടിയില് പഞ്ചേന്ദ്രിയങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ആദ്യം തന്നെ എന്താണ്? കുട്ടിയുടെ ചെവിയാണ് ഡെവലപ്പ് ചെയ്യുക. അതുകൊണ്ട് വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് പറയുന്ന എല്ലാം മനസ്സിലാവും. ലാംഗ്വേജ് മനസ്സിലാവില്ല. പക്ഷെ ഇപ്പൊ ഒരു ജപ്പാൻകാരൻ എന്റെ മുന്നിൽ വന്നിട്ട് ദേഷ്യപ്പെട്ട, എനിക്ക് മനസ്സിലാകത്തില്ലേ ദേഷ്യപ്പെടുവാന്ന്? നമുക്ക് മനസ്സിലാവും. ജപ്പാൻ ഭാഷ എനിക്ക് അറിയില്ല. സ്നേഹത്തോടെ പറയുവാണെങ്കിൽ അതും മനസ്സിലാവും. ഇതുപോലെ കുട്ടിക്ക് നമ്മൾ എന്താണോ, ഈ ഗർഭം വേണ്ട എന്നാണോ പറയുന്നത്, ഇതെല്ലാം ഈ കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ടാണ് കുട്ടിക്ക് ചെവി ആദ്യമുണ്ട്, പിന്നെ ഫീലിങ്സ് ഉണ്ട്.
മനസ്സിലാവും. അതുകൊണ്ടാണ് കുട്ടി ജനിച്ചാലുടൻ നമ്മൾ കിലുകിലിക്ക് വെച്ച് കളിപ്പിക്കുന്നത്. കാരണം കുട്ടിക്ക് ചെവി നന്നായിട്ട് കേൾക്കും. അത് കഴിഞ്ഞ് ഉമ്മ വെക്കുമ്പോ അതിന് ഫീൽ ചെയ്യും. പക്ഷെ കണ്ണ് ശരിക്കും കാണത്തില്ല, ഒരു പാട പോലെ ഇങ്ങനെ ഇരിക്കും. ഒരു 6 മാസമൊക്കെ ആവുമ്പോഴേ നല്ല ക്ലാരിറ്റി ഓഫ് വിഷൻ വരത്തുള്ളൂ. പക്ഷെ ആ ഉമ്മ കൊടുക്കുമ്പോ അതിന് ഫീൽ ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്കും പതുക്കെ കണ്ണൊക്കെ വരും. 6 മാസം ആകുമ്പോഴേ ടേസ്റ്റ് ബഡ്സ് ശരിയായിട്ട് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ആചാര്യന്മാർ 6ആം മാസം ചോറൂണ് വെച്ചിരിക്കുന്നത്. കാരണം പുളി എരിവൊക്കെ തിരിച്ചറിയണ്ടേ. ഇതും കഴിഞ്ഞ് കുറെ കാലം കൂടെ കഴിഞ്ഞാലേ നാവിനെന്ത് ധർമ്മമുണ്ട്, 2 ഉണ്ടല്ലേ, കഴിക്കുകയും ചെയ്യാം സംസാരിക്കുകയും ചെയ്യാം. ലാസ്റ്റാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എത്രമാത്രം ശാസ്ത്രീയമായിട്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്, അല്ലാതെ അന്ധവിശ്വാസമല്ല. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം എന്ത്? എങ്ങനെയാണ് ക്ഷേത്രം ഉണ്ടാകുന്നത്? ഈ ഭൂമിയുടെ പ്രാധാന്യം എന്ത്? നമ്മൾ പോകുന്ന കവലകളിലെല്ലാം ക്ഷേത്രം നിർമ്മിക്കാറുണ്ടോ? ഉണ്ടോ? പിന്നെ മിക്കവാറും നമ്മൾ പോകുന്ന ക്ഷേത്രങ്ങള് എങ്ങനെയാണ് തുടങ്ങിയതെന്ന് നമുക്കറിയാവോ? അറിയത്തില്ലല്ലേ. ഒരു ഊഹമൊക്കെ ഉണ്ടെന്നല്ലാതെ കൃത്യമായിട്ട് അറിയാവോ? ഇല്ല അല്ലേ. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ എന്താ പറയുന്നത്? ഐതിഹ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയൊക്കെ ആയിരിക്കും, കൃത്യമായിട്ട് അറിയില്ല. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചിലരത് മോശമായിട്ട് വിചാരിക്കും. അങ്ങനെയല്ല, അത്രമാത്രം പൗരാണികമാണ്, അത്രമാത്രം പഴക്കമുണ്ട്. അപ്പൊ അവിടെ എങ്ങനെ ഒരു ഈശ്വര ചൈതന്യം ഉടലെടുത്തു? ക്ഷേത്രം ഉണ്ടാകുന്നത് 3-4 രീതികളിലാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ കുന്നംകുളം ഭാഗത്ത് ഒരു വേദക്കാട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നും പ്രഭാഷണത്തിനായിട്ട് വിളിച്ചു. അപ്പൊ രാവിലെ ആയിരുന്നു ഇതുപോലെ പ്രഭാഷണം. ഇതുപോലെ തന്നെ 5 മണിക്ക് വെളുപ്പിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പ്രഭാഷണത്തിന്. പോകുന്ന വഴിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വേദക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിനായി പോവുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ടീച്ചറെ, ഈ പേരിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ, വേദം ചേർത്ത് പേര് വരണമെങ്കിൽ അതിനെന്തോ പ്രാധാന്യമുണ്ട്. ടീച്ചർ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം കൂടി ഒന്ന് അന്വേഷിക്കാമോ? അപ്പൊ പൊതുവേ ഞാന് ഈ പ്രഭാഷണത്തിന് പോകുന്നതുകൊണ്ടുള്ള എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വിചാരിക്കുന്നത് ധാരാളം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ പറ്റും. ഞാൻ പ്രഭാഷണത്തിന് പോകുമ്പോൾ കഴിവതും ആ ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്താറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഇതുകൂടി അന്വേഷിക്കാം. പക്ഷെ ദൂരെ കൂടുതലായതുകൊണ്ട് നേരത്തെ പുറപ്പെട്ടതുകൊണ്ട് നേരത്തെ എത്തി. അപ്പൊ അവിടെ പ്രതിഷ്ഠ മധുര മീനാക്ഷിയാണ്. കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഇപ്പൊ. അവിടെ മഹിഷാസുരമർദ്ദിനിയാണ്. പൊതുവെ നമ്മൾ അത്ര മഹിഷാസുരമർദ്ദിനിയുടെ പ്രതിഷ്ഠ കാണാറില്ല. അത് തൊഴുതു. തൊട്ടപ്പുറത്ത് ദുർഗയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പൊ പറഞ്ഞു, മഹിഷാസുരമർദ്ദിനിക്ക് വളരെ ശക്തി കൂടുതലായതുകൊണ്ട് ആ ശക്തിയെ ഒന്ന് ബാലൻസ് ചെയ്യാൻ അപ്പുറത്ത് ദുർഗയെ വെച്ചതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ദുർഗയെ കാണുന്നില്ല, താഴെ കുടം കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ദുർഗയുടെ അവിടെ പണി നടക്കുകയാണ്, കലശത്തില് ദേവിയെ ആവാഹിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായി. തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ സ്ഥലത്തിന്റെ മഹിമ, പ്രത്യേകത? അപ്പൊ എന്നോട് പറഞ്ഞു, ടീച്ചർ വരൂന്ന് പറഞ്ഞ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ ഇതുപോലെ വലിയൊരു ഓഡിറ്റോറിയാണ്. അപ്പൊ അതിൽ വലിയൊരു സ്റ്റേജ്, അതിന്റെ ഇവിടെയായിട്ട് മൈക്ക് സെറ്റുകാർ ഇരിപ്പുണ്ട്. കുറെ അവരുടെ പെട്ടിയൊക്കെ ഉണ്ടല്ലോ, കുറെ സാധനങ്ങൾ. അതിന്റെ അപ്പുറത്ത് ഭൂമിയിൽ ഒരു വളരെ വലിയ ഗ്രില്ലിട്ടിട്ടുണ്ട്. ഗ്രില്ല് കൂടെ നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ താഴേക്ക് പടികളാണ്. അപ്പൊ പറഞ്ഞു, ഈ പടികളുടെ അടിയിൽ ഗുഹയാണ്. അതിനുശേഷം മൈക്ക് വെച്ചിരിക്കുന്നത് കാണിച്ചു. ഈ മൈക്ക് മുഴുവൻ വെച്ചിരിക്കുന്നത് ഒരു ഗ്രില്ലിലാണ്, അവിടെയും ഗുഹ. ഈ ക്ഷേത്രത്തിന്റെ പരിസരം മുഴുവൻ ഇതുപോലെ ഗുഹകളാണ്. അവര് പറഞ്ഞത്, ഈ ഓഡിറ്റോറിയം പണിയാനായിട്ട് പില്ലർ താത്തണല്ലോ, കുഴി എടുക്കണല്ലോ. കുഴി എടുക്കുമ്പോഴാണ് പടി കണ്ടത്. പിന്നെയും പടി കണ്ടപ്പം ആർക്കിയോളജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു വരുത്തി. അവര് വളരെ സേഫ് ആയിട്ട് ഈ പടികളിൽ കൂടി ചെന്നപ്പോഴാണ് ഇതിന്റെ അടിയിലെല്ലാം ഗുഹകളാണ്. പിന്നെ എന്നെ പറമ്പിലൊക്കെ കുറെ കൊണ്ടുപോയി. പിന്നെ ചെരുപ്പിടാത്തോണ്ട് ഞാൻ ഒത്തിരി പോയില്ല.
അതുപോലെ ക്ഷേത്രത്തിലെ കിണർ ദൂരെയാണ്, അവിടുന്ന് അടിയിൽ കൂടെ അണ്ടർഗ്രൗണ്ട് പാതയാണ്, അത് നേരെ ക്ഷേത്രത്തിനകത്ത് ചെല്ലും. ഇപ്പൊ ഇവിടെ ഇങ്ങനെ മതിലുണ്ടെങ്കിൽ അവിടുന്ന് കിണറിന് അടിക്കൂടി വന്ന് ക്ഷേത്രത്തിനകത്ത് വെള്ളം ചെല്ലുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആളുകൾക്ക് പോകാം അത് കൂടെയൊക്കെ. ഇപ്പൊ അവരതൊക്കെ സിമെന്റ് ചെയ്ത് നന്നാക്കി. അപ്പൊ പറഞ്ഞത് പണ്ട് കാലത്ത് ഇതൊരു കാടായിരുന്നു, വേദക്കാടെന്നാണല്ലോ പേര്. ഇവിടെ ഋഷീശ്വരന്മാർ വന്ന് ധാരാളം നാമം ജപിക്കാറും വേദം ചൊല്ലാറും ഉണ്ടായിരുന്നു. ഒരിക്കല് ഇവിടെ ഇങ്ങനെ തപസ്സനുഷ്ഠിച്ചിരുന്ന ഒരു മുനി അദ്ദേഹത്തിന്റെ ഇഷ്ടദേവതയെ പ്രതിഷ്ഠിച്ചതാണ് ഇവിടെ. അപ്പൊ എന്താണ് ഈ ഋഷിയുടെ ചൈതന്യം മുഴുവൻ എടുത്തിട്ടാണ് ഈ ദേവതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പൊ നിരന്തരമായി തപസ്സു ചെയ്ത സ്ഥലങ്ങളാണ് ക്ഷേത്രമായി പരിണമിക്കുക. എന്നിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ യോഗീശ്വരന്റെ പ്രതിഷ്ഠ കാണില്ലേ, ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഈ യോഗീശ്വരൻ എന്ന് പറയുന്നത് മിക്കവാറും ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചയാളോ അല്ലെങ്കിൽ ഈ ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ കാരണമായ ആ യോഗീശ്വരനോ ഋഷിയോ ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് വളരെ പ്രാധാന്യമുണ്ട്, അദ്ദേഹത്തെ നമ്മൾ നമിക്കണം. കാരണം അദ്ദേഹം കാരണമാണ് നമുക്ക് ഈ ക്ഷേത്രം ലഭിച്ചത്. അപ്പൊ ആ ഋഷിമാര് നിരന്തരമായി മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ഊർജം ഉടലെടുത്തു. നമ്മൾ പറഞ്ഞില്ലേ മന്ത്രത്തിൽ നിന്ന് ഊർജം വരും. ആ ഊർജത്തെയാണ് കലശത്തിലേക്ക് ആവാഹിച്ച് അവിടെ ഒരു വിഗ്രഹമായി പ്രതിഷ്ഠിച്ചത്. സ്ഥലമാഹാത്മ്യം എനിക്ക് മനസ്സിലായത് ശങ്കരാചാര്യ ചരിതം വായിച്ചപ്പോഴാണ്. ഒരുപക്ഷെ എൻ്റെ പ്രഭാഷണങ്ങളിൽ ഇത് ധാരാളം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേട്ടതായിരിക്കും. എങ്കിലും ഭഗവത് കാര്യങ്ങളിൽ പുനരുക്തി ദോഷം ഇല്ല, എത്ര ആവർത്തിച്ച് വേണമെങ്കിലും പറയാം. അതായത് ശങ്കരാചാര്യര് കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയോട് സന്യാസത്തിനുള്ള അനുവാദമെല്ലാം വാങ്ങി നർമ്മദാ തീരത്തുള്ള ഗുരുവായ ഗോവിന്ദ ഭഗവത് പാദരെ അന്വേഷിച്ച് യാത്ര പോവുകയാണ്. പോകുന്ന വഴി അന്ന് ഇന്നത്തെ പോലെ വണ്ടിയൊന്നുമില്ല, നടന്നാണ്. ഇപ്പൊ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും സന്ധ്യാവന്ദനമെല്ലാം ചെയ്താണ് യാത്ര. അങ്ങനെ തുംഗാ നദിക്കരയിലെത്തി. തുംഗഭദ്ര കേട്ടിട്ടില്ലേ? തുംഗയും ഭദ്രയും ചേരുമ്പോഴാണ് തുംഗഭദ്രയാകുന്നത്. ഇവിടെ തുംഗാ നദിക്കരയാണ് പറയുന്നത്. ആ തുംഗാ നദിക്കരയിൽ എത്തിയപ്പോൾ ഒന്ന് ക്ഷീണം തോന്നി, മധ്യാഹ്ന സന്ധ്യാവന്ദനം ഒക്കെ ചെയ്തു, ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു. കൊച്ചുകുട്ടിയല്ലേ, നല്ല ഉച്ചയ്ക്കുള്ള ചൂടും, കണ്ണങ്ങ് അടഞ്ഞുപോയി. കണ്ണ് തുറന്നപ്പോൾ നല്ല രസകരമായിട്ടുള്ള ഒരു ദൃശ്യം കണ്ടു. ഈ നദിയുടെ നടുവിൽ വളരെ വലിയ ഒരു കരിങ്കല്ലുണ്ട്. ആ കരിങ്കല്ലിന്റെ മുകളിലേക്ക് കുറെ തവളകൾ വന്നിരിക്കുകയാണ്. പക്ഷേ ചൂട് വളരെ ശക്തമായതുകൊണ്ട് ഈ തവളയെല്ലാം വെള്ളത്തിലേക്ക് ചാടാൻ തുടങ്ങിയപ്പം എവിടെ നിന്നെന്നറിയില്ല ഒരു സർപ്പം വന്ന് പത്തി വിടർത്തി ഈ തവളകൾക്ക് തണലേക്ക്. കുട്ടി ശങ്കരൻ അത്ഭുതമായി. കാരണം എന്താ, പാമ്പും തവളയും ശത്രുത്വ സ്വഭാവം ഉള്ളതാണ്. അപ്പൊ ഇവരെങ്ങനെ മിത്രങ്ങളെ പോലെ പെരുമാറി? അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്തിന് എന്തോ പ്രത്യേകതയുണ്ട് മനസ്സിലായി. പക്ഷെ ചോദിക്കാൻ ആരെയും കണ്ടില്ല. അപ്പോഴാണ് മുൻവശത്ത് കുറെ പടവുകൾ കണ്ടത്. ആ പടവുകൾ കയറി മുകളിൽ ചെന്നപ്പോൾ ഒരു ആശ്രമം കണ്ടു. ഉള്ള അനുവാദമെല്ലാം വാങ്ങി നർമ്മദാ തീരത്തുള്ള ഗുരുവായ ഗോവിന്ദ ഭഗവത് പാദരെ അന്വേഷിച്ച് യാത്ര പോവുകയാണ്. പോകുന്ന വഴി അന്ന് ഇന്നത്തെ പോലെ വണ്ടിയൊന്നുമില്ല, നടന്നാണ്. ഇപ്പൊ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും സന്ധ്യാവന്ദനമെല്ലാം ചെയ്താണ് യാത്ര. അങ്ങനെ തുംഗാ നദിക്കരയിലെത്തി. തുംഗഭദ്ര കേട്ടിട്ടില്ലേ? തുംഗയും ഭദ്രയും ചേരുമ്പോഴാണ് തുംഗഭദ്രയാകുന്നത്. ഇവിടെ തുംഗാ നദിക്കരയാണ് പറയുന്നത്. ആ തുംഗാ നദിക്കരയിൽ എത്തിയപ്പോൾ ഒന്ന് ക്ഷീണം തോന്നി, മധ്യാഹ്ന സന്ധ്യാവന്ദനം ഒക്കെ ചെയ്തു, ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു. കൊച്ചുകുട്ടിയല്ലേ, നല്ല ഉച്ചയ്ക്കുള്ള ചൂടും, കണ്ണങ്ങ് അടഞ്ഞുപോയി. കണ്ണ് തുറന്നപ്പോൾ നല്ല രസകരമായിട്ടുള്ള ഒരു ദൃശ്യം കണ്ടു. ഈ നദിയുടെ നടുവിൽ വളരെ വലിയ ഒരു കരിങ്കല്ലുണ്ട്. ആ കരിങ്കല്ലിന്റെ മുകളിലേക്ക് കുറെ തവളകൾ വന്നിരിക്കുകയാണ്. പക്ഷേ ചൂട് വളരെ ശക്തമായതുകൊണ്ട് ഈ തവളയെല്ലാം വെള്ളത്തിലേക്ക് ചാടാൻ തുടങ്ങിയപ്പം എവിടെ നിന്നെന്നറിയില്ല ഒരു സർപ്പം വന്ന് പത്തി വിടർത്തി ഈ തവളകൾക്ക് തണലേക്ക്. കുട്ടി ശങ്കരൻ അത്ഭുതമായി. കാരണം എന്താ, പാമ്പും തവളയും ശത്രുത്വ സ്വഭാവം ഉള്ളതാണ്. അപ്പൊ ഇവരെങ്ങനെ മിത്രങ്ങളെ പോലെ പെരുമാറി? അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്തിന് എന്തോ പ്രത്യേകതയുണ്ട് മനസ്സിലായി. പക്ഷെ ചോദിക്കാൻ ആരെയും കണ്ടില്ല. അപ്പോഴാണ് മുൻവശത്ത് കുറെ പടവുകൾ കണ്ടത്. ആ പടവുകൾ കയറി മുകളിൽ ചെന്നപ്പോൾ ഒരു ആശ്രമം കണ്ടു. അവിടെ ഒരു സ്വാമിജിയുണ്ട്. അദ്ദേഹത്തെ നമസ്കരിച്ച് അദ്ദേഹം ജലമൊക്കെ കൊടുത്തു കുടിക്കാൻ. അതിനുശേഷം ചോദിച്ചു, മഹർഷി ഏതാണ് ഈ സ്ഥലം? അദ്ദേഹം പറഞ്ഞു,
തപസ് വളരെയധികം അനുഷ്ഠിച്ചിരുന്ന ഋഷ്യശൃംഗമുനി തപസ് ചെയ്ത സ്ഥലമാണ്. പുത്രകാമേഷ്ടി യാഗമൊക്കെ നടത്തിയത് ഋഷ്യശൃംഗനല്ലേ. ഋഷ്യശൃംഗൻ തപസ് ചെയ്ത സ്ഥലമായതുകൊണ്ട് ഈ സ്ഥലം ശൃംഗഗിരി എന്നറിയപ്പെടുന്നു. അന്നേ ശങ്കരൻ വിചാരിച്ചു ഇവിടെ ഒരു ആശ്രമം പണിയണമെന്ന്. പിന്നീട് ഭാരതത്തില് 4 ആശ്രമങ്ങൾ സ്ഥാപിച്ചതിൽ ഒന്ന് ശൃംഗഗിരിയിലാണ്. ആ ശൃംഗഗിരി ലോപിച്ചാണ് ശൃംഗേരിയായി മാറിയത്. ഋഷ്യശൃംഗൻ തപസ് ചെയ്ത സ്ഥലം. അപ്പൊ എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ക്ഷേത്രമായി പരിണമിക്കുക? അപ്പൊ ഋഷിമാർ തപസ് ചെയ്ത സ്ഥലങ്ങൾ. അപ്പൊ ഇവിടെ അസാമാന്യമായിട്ടുള്ള ഊർജമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഊർജം നമ്മളിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? വീട്ടിലിരുന്നാൽ പോരാ, ഈ ഭൂമിയിൽ വന്നിരിക്കണം. ക്ഷേത്ര ഭൂമിയിൽ വന്നാൽ ഇപ്പൊ ജലം ചെയ്യുന്ന പോലെയാണ്. ആ ജലം ആചമനം ചെയ്താലേ നമ്മളിലേക്ക് അത് പ്രവേശിക്കൂ. മന്ത്രങ്ങൾ ചൊല്ലിയാണ് ശ്രീരാമനൊക്കെ ജലം ആചമനം ചെയ്യുന്നത്. ആ മന്ത്രം ചൊല്ലി ജലം ആചമനം ചെയ്യുമ്പോഴേക്കും ആ പോസിറ്റീവായിട്ടുള്ള ജലം ശരീരം മുഴുവൻ അത്രയും നേരം എന്തെങ്കിലും അശുദ്ധി ഉണ്ട് അതെല്ലാം മാറി ഈ അസ്ത്രം തൊടുക്കാനും മന്ത്രം സ്വീകരിക്കാനുമുള്ള പരിശുദ്ധി ഉണ്ടായി. എത്രമാത്രം പ്രാധാന്യമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്തായി മാറുന്നു? ക്ഷേത്രമായി മാറുന്നു. മറ്റൊന്ന്, വില്ലുമംഗലത്ത് സ്വാമിയാരെ പോലുള്ള ഋഷീശ്വരന്മാർക്ക് ചില സ്ഥലങ്ങളിൽ ഈശ്വര ചൈതന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത്. ഏറ്റുമാനൂർ വിഗ്രഹം എങ്ങനെയാണ് പ്രതിഷ്ഠിക്കപ്പെട്ടത്? ഒരു പുല്ല് വെട്ടുന്ന സ്ത്രീ ഒരിക്കൽ പുല്ല് ചെത്തിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു കരിങ്കല്ലില് കൊണ്ടു വാക്കത്തി. അപ്പോ അതിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. സ്വാഭാവികമായും പേടിച്ചുപോയി. അവിടെ ആ സമയത്താണ് സ്വാമിയാര് വന്നത്. അതില് ഈശ്വര ചൈതന്യം ഉണ്ട് എന്ന് മനസ്സിലായി. എന്താ? ഏതെങ്കിലും ഋഷീശ്വരന്മാര് പണ്ട് പൂജിച്ചിരുന്ന വിഗ്രഹമായിരിക്കാം, പിന്നീട് അത് വിവേഷിക്കപ്പെട്ടതായിരിക്കും. ആ ചൈതന്യം അതിൽ കാണും. ആ വിഗ്രഹം എടുത്താണ് നല്ല ഉചിതമായൊരു സ്ഥലം നോക്കി ക്ഷേത്രമായിട്ട് നിർമ്മിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ മേൽശാന്തി വരെ പറയും, പുതിയ മേൽശാന്തി ചാർജ് എടുത്തു കഴിഞ്ഞ് അഭിഷേകം ചെയ്യുമ്പോഴാണ് അറിയുന്നത് ആ ഏറ്റുമാനൂരെ വിഗ്രഹം കണ്ടിട്ടുണ്ടോ? അത്യാവശ്യം നല്ല വലിയ വിഗ്രഹമാണ്. അതിന്റെ പുറകില് ഇന്നും അരിവാള് കൊണ്ട് വെട്ടിയ വളരെ വലിയ പാടുണ്ട് പുറകുവശത്ത്. അപ്പൊ മേൽശാന്തി പറയും, അഭിഷേകം ചെയ്യുമ്പോ ഈ ജലം എല്ലാം ആ വെട്ടില് കിടക്കും. അതുകൊണ്ട് ചന്ദനം ഒപ്പിവെക്കും കട്ടിയായിട്ട്. എന്നാലും കുറെയൊക്കെ പോകും. വേറൊന്നും വിഗ്രഹത്തിൽ തൊടിയിക്കാൻ പറ്റില്ലല്ലോ, മറ്റു വസ്തുക്കളൊന്നും. എന്നിട്ട് അത് ഒപ്പിവെക്കും. ഇന്നും അതുണ്ട്. അപ്പൊ അതുപോലെ വില്ലുമംഗലത്ത് സ്വാമിയാരെ പോലുള്ളവർക്ക് ഭഗവാൻ ചൈതന്യം മനസ്സിലാകാൻ കഴിവുണ്ട്. ഭഗവാനെ നേരിട്ട് കാണാൻ കഴിവുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ പറ്റുമോന്ന്. അങ്ങനെയാണെങ്കിൽ PT ഉഷയ്ക്ക് ഓടാനും പറ്റില്ല, അല്ലെ? നമുക്ക് പറ്റാത്തത് വേറെ ആർക്കും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ PT ഉഷ ഓടുന്നു പറ്റുമോ? നമുക്ക് PT ഉഷ പോലെ ഓടാൻ പറ്റുമോ? എന്നിട്ട് PT ഉഷ ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞാലോ? നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല, PT ഉഷ അതിനുവേണ്ടി ശ്രമിച്ചു. വില്ലുമംഗലത്ത് സ്വാമിയാര് ഭഗവത് ദർശനത്തിനായിട്ട് ശ്രമിച്ചു, പരിശ്രമിച്ചു, സാധന ചെയ്തു. അദ്ദേഹത്തിന് ആ കഴിവുണ്ടായി. ഐതിഹ്യമാലയില് വളരെ രസകരമായിട്ടുള്ള ഒരു ചരിതം പറയുന്നുണ്ട്. ഒരു ദിവസം വടക്കുംനാഥനെ കാണാനായി തൃശ്ശൂരെത്തി വില്ലുമംഗലത്ത് സ്വാമിയാർ. നടയിൽ ചെന്ന് നിന്നപ്പോഴോ ഭഗവാൻ അകത്തില്ല. നോക്കിയാൽ മനസ്സിലാവും ഭഗവാൻ അകത്തുണ്ടോ. അദ്ദേഹത്തിന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ ഭഗവാനെ കാണാൻ പറ്റും. ഇനിയിപ്പൊ ആരെയാ തൊഴുക? അതുകൊണ്ട് അദ്ദേഹം പതുക്കെ വെളിയിലിറങ്ങി പ്രദക്ഷിണം വെക്കുമ്പോ ഉണ്ടേ ഭഗവാൻ ഇതുപോലെ മതിലില്ലേ, തെക്കുവശത്തെ മതിലിന്റെ മുകളിൽ കയറി മഹാദേവൻ തെക്കോട്ട് നോക്കിയിരിക്കുക. അപ്പൊ അവിടെ പോയി തൊഴുതിട്ട് പറഞ്ഞു, ഭഗവാനെ അതല്ല, ഇതെന്താ ഇരിപ്പിങ്ങനെ തെക്കോട്ട് നോക്കിയിരിക്കുന്നെ? അതെന്താന്നറിയാം, ഇന്ന് കാർത്തികയല്ലേ, കുമാരനല്ലൂർ കാർത്തികേയനി രാവിലെ ആറാട്ടൊക്കെ കഴിഞ്ഞ് ആ കുളി കഴിഞ്ഞു വരുന്നതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുകയാണ്. ആ പ്രൗഢഗംഭീരമായിട്ടുള്ള വരവ് പാർവതി ദേവിയാണല്ലോ. അപ്പൊ ആ വരവ് കാണാൻ ഇരിക്കുകയാണ്. കുമാരനല്ലൂർ വൈകിട്ടും ഉണ്ട്, രാവിലെയും ചില ദിവസങ്ങളിൽ ആറാട്ടുണ്ട്. എങ്ങനെയുണ്ട്? അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴും ആ കാർത്തിക ദിവസം മഹാദേവന് വെച്ച് നിവേദ്യം ആ മതിലിന്റെ ചോട്ടിലാണ്. കാരണം ഭഗവാൻ അവിടെയാണ്. അപ്പൊ ഇതുപോലെ ആചാര്യന്മാർക്ക് അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഭഗവാനെ കാണാൻ സാധിക്കും. അപ്പൊ ഒന്നുകിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു ഋഷീശ്വരൻ നിരന്തരമായി തപസ് ചെയ്ത സ്ഥലമായിരിക്കും. അല്ലെങ്കിൽ ഈ വിഗ്രഹത്തിലെ ചൈതന്യത്തെ ഏതെങ്കിലും ഒരു ഋഷീശ്വരൻ മനസ്സിലാക്കി പ്രതിഷ്ഠിച്ചതായിരിക്കും. മൂന്നാമതായിട്ട് കൂടുതലും ശിവലിംഗം സാളഗ്രാമങ്ങളൊക്കെ ആണെങ്കിൽ വലിയ വലിയ മഹർഷീശ്വരന്മാർ, വസിഷ്ഠമുനി, വിശ്വാമിത്ര മഹർഷി, അവരൊക്കെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അവരുടെ സമാധിയിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കും.
പിന്നീട് അതിനെ പുനഃപ്രതിഷ്ഠ ചെയ്ത് വിഗ്രഹമായി പ്രതിഷ്ഠിക്കും. ശുചീന്ദ്രത്തെ പത്മനാഭസ്വാമി ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയും ക്ഷേത്രം രൂപീകരിക്കപ്പെടും. അതായത് എങ്ങനെയെങ്കിലും തോന്നുന്ന സ്ഥലത്തല്ല ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത്. ഈ ഭൂമിക്കൊരു പ്രാധാന്യമുണ്ട്, ഇതിലൊരു ഊർജമുണ്ട്. ആ ഋഷിയുടെ ഊർജം വളരെ കാലം നിലനിൽക്കും. എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്ന് പറയെങ്കിലും കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. കറണ്ട് ചിലപ്പോൾ കൂടുതലായിട്ട് വരുമ്പോഴല്ലേ മൊബൈൽ പൊട്ടിത്തെറിക്കുക, ചാർജ് കൂടുതൽ വരുമ്പോഴല്ലേ. അപ്പൊ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് എന്താണ്, ഭൂമിയില് ക്ഷേത്ര ഭൂമിയിൽ വരണം. ഈ ഭൂമിയിൽ വന്നാലോ നമ്മൾ അറിയാതെ കുറച്ച് വർത്തമാനം ഒക്കെ പറയും എല്ലാരെയും കാണുമ്പോ. മള്ളിയൂർ തിരുമേനി പറയുന്നു, അറിഞ്ഞുകൊണ്ട് തീയില് കൈയിട്ടാലും അറിയാതെ തീയില് കൈയിട്ടാലും പൊള്ളും. അറിഞ്ഞുകൊണ്ട് സ്വിച്ച് ബോർഡിൽ കൈയിട്ടാലും അറിയാതെ സ്വിച്ച് ബോർഡിൽ കൈയിട്ടാലും ഷോക്കടിക്കും. അതുപോലെ അറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ വന്നാലും അറിയാതെ ഈ ഭൂമിയിൽ വന്നാലും ഈ ഭൂമിക്കൊരു ചൈതന്യമുണ്ട്, അത് നമ്മളിലേക്ക് പ്രവേശിച്ചിരിക്കും. പക്ഷെ ചിലര് പറയും, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു. വൈകുന്നേരം ആകുമ്പോ കുഞ്ഞിനോട് പറയും, കുട്ട അമ്പലത്തിൽ പോയി തൊഴുതിട്ടുവാ. അമ്മയല്ലേ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു പറഞ്ഞ് ഞാൻ വീട്ടിലിരുന്ന് ജപിച്ചോളാം. മറുപടി പറയാൻ അറിയില്ല. അമൃതാനന്ദമയി അമ്മ പറയുന്നു, ഭൂമിക്കടിയിൽ എല്ലായിടത്തും ജലമുണ്ട്, പക്ഷെ കുടിക്കാൻ ജലം വേണ്ടപ്പോൾ നീ എന്തുകൊണ്ട് കിണറിനരിയിലേക്ക് ഓടുന്നു, നിന്ന സ്ഥലം കുഴിച്ചെടുക്കുന്നില്ല? കുറെ കുഴിച്ച വെള്ളം വരത്തില്ലേ? അപ്പൊ ആ ഭക്തൻ പറഞ്ഞു, നിന്ന സ്ഥലം കുഴിച്ചെടുത്താൽ ചെളിവെള്ളം കിട്ടുന്നത്, നമുക്ക് കുടിക്കാൻ പരിശുദ്ധമായ ജലം വേണം. അതുപോലെ പ്രപഞ്ചം മുഴുവൻ ഈശ്വര ചൈതന്യം നിലനിൽക്കുന്നു എങ്കിലും പരമാത്മ പരബ്രഹ്മ ഭാവത്തിൽ അനുഭവവേദ്യമാകണമെങ്കിൽ എവിടെ വരണം? ക്ഷേത്രത്തിൽ വരണം. നേരെ മറിച്ച് മാർക്കറ്റിൽ ഇരിക്കുമ്പോഴും സ്കൂളിൽ ഇരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ക്ഷേത്രത്തിലിരിക്കുന്ന അതേ ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ എന്താണ്, ക്ഷേത്രത്തിൽ പോകണ്ട. അല്ലാത്തിടത്തോളം കാലം നിർബന്ധമായിട്ടും ക്ഷേത്രത്തിൽ നമ്മൾ പോയിരിക്കണം, എന്നാലേ ഈ ചൈതന്യം വരികയുള്ളൂ. പക്ഷേ ആർക്കൊക്കെ ഇങ്ങോട്ട് വരാൻ സാധിക്കും? ഇപ്പൊ ഈ ഗ്രാമത്തിൽ ഇത്രയും പേരാണോ ഉള്ളത്? ഈ സമയത്ത് മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നവര് കാണും, അല്ലെ? സീരിയല് കാണുന്നവര് കാണും, സിനിമ കാണുന്നവര് കാണും. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നോ? നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു? നിങ്ങളുടെ മനസ്സ് ഇവിടെയാണ്, ഇരിക്കപ്പുറത്തില്ല. അവരുടെ മനസ്സ് അതിലാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഭഗവാൻ പറയുന്നു. ഇപ്പൊ ഇവിടെ ആ പറമ്പിൽ ഒരു ഫുട്ബോൾ മാച്ച് നടത്തുവാണെന്ന് വെച്ചു, ധാരാളം ആളുകൾ കൂടും, അല്ലെ? വളരെയധികം ആളുകളൊക്കെ കൂടും. വളരെ വലിയ, ഇപ്പൊ വേൾഡ് കപ്പൊക്കെ ആണെങ്കിൽ എന്താ കഥ, എത്ര പേരാണ് കാണാനുള്ളത്. ഭഗവാൻ പറയുന്നു, വേൾഡ് കപ്പ് കാണാനോ അതിനോ ഒന്നും വലിയ യോഗ്യത വേണ്ട. യോഗ്യത അനുസരിച്ചാണ് കാര്യങ്ങൾ. പക്ഷെ 10ാം ക്ലാസ് എഴുതണമെങ്കിൽ 9ാം ക്ലാസ് പാസ്സാകണം. സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെങ്കിൽ ഡിഗ്രി വേണം. ഡാൻസിലാണെങ്കിലും മതി, ചിത്രരചനയിലാണെങ്കിലും മതി, പക്ഷെ ഡിഗ്രി വേണം. ഓരോന്നിനും ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ക്ഷേത്രഭൂമിയിൽ വരണമെങ്കിൽ, ഭഗവാന്റെ നാമം കേൾക്കണമെങ്കിൽ, ചരിതം കേൾക്കണമെങ്കിൽ പൂർവജന്മ സുഹൃതം ചെയ്യണം. കഴിഞ്ഞ ജന്മത്തിൽ പുണ്യപ്രവർത്തികൾ ചെയ്തു വന്നവർ, അർജുനോട് ഭഗവാൻ പറയുന്നുണ്ട്, അർജുനൻ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ ഈ ജന്മത്തിൽ കുറെ നല്ല കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്, അടുത്ത ജന്മാകുമ്പോ ഓപ്പണിംഗ് ബാലൻസ് പിന്നെ 0 ആകുമോ? നമ്മള് അക്കൗണ്ട്സ് ചെയ്യത്തില്ലേ, വീണ്ടും 1 തൊട്ട് തുടങ്ങണോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ഒരിക്കലും വേണ്ട. കഴിഞ്ഞ ജന്മത്തിൽ എവിടെ ചെയ്ത് നിർത്തിയോ അടുത്ത ജന്മത്തിൽ അതിനനുസരിച്ചൊരു ജന്മം കിട്ടും. കഴിഞ്ഞ ജന്മത്തിൽ നല്ലതാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ജന്മത്തിൽ ഭഗവത് ഭജനം ചെയ്യാൻ സാഹചര്യമുള്ള ഒരു ഗർഭത്തിൽ പോയി നമ്മൾ ജനിക്കും. ഈശ്വര കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും. കഴിഞ്ഞ ജന്മത്തിൽ കയ്യിലിരിപ്പ് മോശമാണെങ്കിലോ അതിനനുസരിച്ചുള്ള ഒരു ജന്മം കിട്ടും. അതായത് നമ്മൾ ജനിക്കുമ്പോൾ കഴുത്തില് അദൃശ്യമായിട്ടുള്ള ഒരു മാലയായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ ജന്മത്തിലെ കയ്യിലിരിപ്പ് നല്ലതാണെങ്കിൽ ഈ മാല നല്ല സുഗന്ധമുള്ളതായിരിക്കും. കഴിഞ്ഞ കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ ഈ മാലയ്ക്ക് ദുർഗന്ധമായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ എഴുതി വെക്കും, ഗുരുവായൂരപ്പൻ എൻ്റെ വീടിന്റെ ഐശ്വര്യം, ചക്കുളത്തുകാവിലമ്മ എൻ്റെ വീടിന്റെ ഐശ്വര്യം. ചിദാനന്ദപുരി സ്വാമിജി പറഞ്ഞു, ഇവരാരുമല്ല, എൻ്റെ കയ്യിലിരിപ്പ് എൻ്റെ വീടിന്റെ ഐശ്വര്യം. അല്ലെ? നമ്മളുടെ പ്രവൃത്തിയാണ് നമ്മളുടെ ഫലത്തെ, ഗുണത്തെ എല്ലാം നിർവചിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ക്ഷേത്രത്തിൽ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഭഗവത് കഥകൾ കേൾക്കണമെങ്കിൽ, കേൾക്കാൻ പറ്റണമെങ്കിൽ
ബാക്കിയുള്ള എന്തിനേക്കാളും ക്വാളിഫിക്കേഷൻ വേണം. നമ്മളെ കളിയാക്കുന്നവരില്ലേ, അമ്പലവാസി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നില്ലേ, എപ്പം നോക്കിയാലേ അമ്പലം ഇറങ്ങി നടക്കുക ഇങ്ങനെയൊക്കെ പറയുന്നവരില്ലേ. ഇവരൊക്കെ അമ്പലത്തിലേക്ക് വരും. പക്ഷെ ചിലപ്പോ ഈ ജന്മത്തിലായിരിക്കില്ല, ഒരു 2-3 ജന്മമൊക്കെ കഴിയുമ്പോ ഇതുപോലെ പ്രഭാഷണത്തിനായിട്ട് വന്നിരിക്കും. പതുക്കെ വണ്ടി ഓടിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ നമ്മള് അഹങ്കരിക്കേണ്ട. ഭഗവത് കാരുണ്യമുള്ളത് കൊണ്ടും കഴിഞ്ഞ ജന്മത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് കൊണ്ടും നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരായി നമ്മൾ ഇവിടെ വന്നു. മാത്രമല്ല, കുട്ടികളെ നിർബന്ധമായും ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ കേൾപ്പിക്കുക. പക്ഷേ കുട്ടികൾ വഴിതെറ്റിപ്പോയാൽ ഒരിക്കലും കുട്ടികളെ തെറ്റു പറയാൻ സാധിക്കില്ല. അമ്മമാര് വന്ന് കുട്ടികളെ പറ്റി പറയും. ഞാനൊക്കെ ടീച്ചർ ആയതുകൊണ്ട് 24 വർഷമായി. എന്താ കുറ്റം പറയുന്നതിനുള്ള ഒരു ത്വരാന്നറിയാവോ? ശരിക്കും ചോദിക്കും, നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്തോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതായത് LKG പോകാൻ തുടങ്ങുന്ന ഒരു കുട്ടി, ഇപ്പൊ pre-KG ഒക്കെ ഉണ്ടല്ലേ, അപ്പൊ LKG പോകാൻ തുടങ്ങുന്ന ഒരു കുട്ടി നന്നായിട്ട് കരയാണ്, സ്കൂളിൽ പോകണ്ട. നമ്മൾ പറയും, എന്നാ കുട്ടൻ ഇനി LKG പോകണ്ടെന്ന്. നമ്മൾ എന്തു പറയും? വലിച്ചു പിടിച്ച് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകും. അതുപോലെ തന്നെ പല്ല് ആദ്യം വരുന്ന സമയത്ത് കുഞ്ഞിന്റെ പല്ല് തേപ്പിക്കുമ്പോഴോ കുഞ്ഞ് കീറി പൊളിക്കും അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? എന്നാ പല്ല് തേക്കണ്ട പറയുവോ? കൊങ്ങയ്ക്കൊക്കെ പിടിച്ചിട്ട് തലയ്ക്കൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മളിങ്ങനെ വെച്ച് തേപ്പിക്കുക. പക്ഷേ അടുത്ത ദിവസം ബാലഗോകുലത്തിലെയും മതപാഠശാലയിലെയും ടീച്ചർ വന്ന് ചോദിക്കും, മോനെ ഇന്നലെ കണ്ടില്ലല്ലോ. അവനൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഇതിന്റെ വ്യത്യാസം അമ്മ പറയും, ഇൻട്രസ്റ്റ് ഇല്ല. ഇതിന്റെ വ്യത്യാസം, പല്ല് തേപ്പിക്കുന്നത് എന്റെ കുഞ്ഞിന്റെ നല്ലതിനാണെന്ന് അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു, നിർബന്ധിച്ച് ചെയ്യിച്ചു. സ്കൂളിൽ വിടുന്നത് എന്റെ കുഞ്ഞിന്റെ നല്ലതിനാണെന്ന് അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു, നിർബന്ധിച്ച് ചെയ്തു. പക്ഷെ അമ്മയ്ക്ക് ഒരിക്കലും ബോധ്യമില്ല, ബാലഗോകുലത്തിലും മതപാഠശാലയിലും വിടുന്നത് എന്റെ കുഞ്ഞിന്റെ നല്ലതിനാണ്. ആണെങ്കിൽ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടിരുത്തിയേനെ. ഇരുത്തിയിരുന്നെങ്കിലോ എന്റെ പ്രഭാഷണം എന്നല്ല, ആരുടെ പ്രഭാഷണം കേട്ടാലും ഒരു പോയിന്റ് ആണെങ്കിലും ഗുണമില്ലാത്തൊരു പ്രഭാഷണം കാണുമോ? ഇപ്പൊ ചുമ്മാതാണല്ലേ ഈ കുഞ്ഞൊക്കെ ഇരുന്ന് ആൻസർ പറയുന്നില്ലേ? നിങ്ങളെക്കാട്ട് എത്ര ക്വിക്കായിട്ട് അവർ ആൻസർ പറയുന്നത് ചോദിക്കുമ്പോ അവര് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. മാത്രമല്ല, ഇതുകൂടി പറഞ്ഞിട്ട് സമാപിപ്പിക്കുകയാണ്, മാത്രമല്ല നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇംഗ്ലീഷുകാർ വന്നപ്പോൾ മാറ്റിയതാണ്. ഇവിടുത്തെ സമ്പ്രദായം ഗുരുകുല സമ്പ്രദായമായിരുന്നു. അപ്പൊ ഇവിടെ ഈ സമ്പ്രദായം മാറ്റി ഇന്നത്തെ സമ്പ്രദായം അനുസരിച്ച് സർക്കാർ ജോലിയോ എന്തെങ്കിലും ഓഫീസ് ജോലിയോ കിട്ടാനുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ. ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ നേരിടാനുള്ള ഒരു സൊല്യൂഷനും നമ്മുടെ പുസ്തകത്തിലില്ല അല്ലെ. എൻ്റെ അച്ഛൻ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസറാണ്, ഞാനും മാത്സും സ്റ്റാറ്റും ഒക്കെ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരു സൈൻ തീറ്റയും കോസ് തീറ്റയും പീരിയോഡിക് ടേബിളും കെമിസ്ട്രിയുടെ ഫോർമുലയും റിയാക്ഷൻസും ഒന്നും എന്നെ സഹായിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്നെ സഹായിച്ചത് എൻ്റെ അച്ഛനമ്മമാരുടെ വാക്കുകള്, ഗുരുക്കന്മാരുടെ വാക്കുകള്, ഞാൻ വായിച്ച ഗ്രന്ഥങ്ങൾ. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കുക, പഠിച്ച് അച്ഛനമ്മമാരെക്കാൾ വിദ്യാഭ്യാസം ആവുമ്പോൾ അവർക്ക് തോന്നും എൻ്റെ അച്ഛന് വിദ്യാഭ്യാസം ഇല്ല, 10ാം ക്ലാസ്സും ഗുസ്തിയാണ്. പക്ഷെ മനസ്സിലാക്കുക, നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം ജോലി കിട്ടാൻ മാത്രമുള്ളതാണ്. ജോലി കിട്ടിയാൽ എല്ലാം ആകുമോ? നല്ല ജോലിയുള്ള IAS പോലും ആത്മഹത്യ ചെയ്യുന്നില്ലേ അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്റ്റഡി ഫോർ ലൈഫാണ്, ജീവിക്കാനുള്ള വിദ്യാഭ്യാസം അല്ലെ. നമുക്ക് കഞ്ഞി കുടിക്കണ്ടേ, ശമ്പളം വേണം. സ്റ്റഡി ഓഫ് ലൈഫ് ഇല്ല, ജീവിതത്തെ പറ്റിയുള്ള പഠനം നമ്മുടെ സിലബസിലില്ല. ഇത് ഏറ്റവും വലിയ പരാജയമാണ്. അതുകൊണ്ട് വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഗർഭ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഋഷീശ്വരന്മാർ തന്നിരിക്കുന്നതാണ്. 10 മാസം ഗർഭിണി ചെയ്യാനുള്ളത് ചെയ്താൽ പുറത്ത് കുട്ടി വരുമ്പോൾ ചെറുതായിട്ടൊരു റിമോട്ട് കൺട്രോൾ, നമ്മൾ പറയത്തില്ലേ തൊടലിട്ടിട്ട് അതിന്റെ ഒരു അറ്റം പിടിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ ഒരു റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിൽ ഇരുന്നാൽ സുഖമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റൂട്ടിൽ ഈ കുട്ടി പോകും. അതിന് പകരം 10 മാസം ഒന്നും ചെയ്യാതെ വെളിയിൽ വന്നിട്ട് ശ്രമിച്ചാൽ 40 വർഷം നമ്മൾ കിടന്ന് മോളെ നന്നാക്കും. നീ ആ പഞ്ചസാര പാത്രം എന്തിനാ അവിടെ വെച്ച്, നീ എന്തിനാ അങ്ങോട്ട് പോയെ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്, അവർക്കും ഇല്ല നമുക്കും ഇല്ല മനസമാധാനം. എത്ര നന്നാക്കിയാലും മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ എന്തനുഷ്ഠിക്കുന്നോ അതിനനുസരിച്ചിരിക്കും കുട്ടികളുടെ സംസ്കാരം. അപ്പൊ ഇവിടെ ന്യായശാസ്ത്രത്തില് സ്ഥാലി പുലാക ന്യായം എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് അരി വെന്തോ എന്നറിയാൻ എല്ലാ അരിയും ഞെക്കി നോക്കേണ്ടതില്ല, അല്ലെ? അതുപോലെ സാമ്പിൾ കുറച്ചെടുക്കും. ഇവിടെ ഞാൻ രാമായണം എന്ന ഇതിഹാസത്തിൽ നിന്നും നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ഒരു 8ഓ 10ഓ അരി എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു. ഇതെല്ലാം ശരിയല്ലേ? അല്ലെ? ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. ക്ഷേത്രത്തിനെ പറ്റിയും ഊർജത്തിനെ പറ്റിയും ജലത്തിനെ പറഞ്ഞതെല്ലാം ശാസ്ത്രീയമല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ അരിയും വെന്തിട്ടുണ്ടെന്ന് അറിയില്ലേ? ഏകദേശം ബാക്കി ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാകാൻ സാധ്യതയുണ്ട്. ശരിയായി എന്ന് കണ്ണടച്ച് പറയണമെന്ന് പറയില്ല, പക്ഷെ പൂർണ്ണമായിട്ട് തള്ളിക്കളയരുത്. അതിലൊരു കാര്യവും ഇല്ല. അതില് കാര്യമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള മനോഭാവത്തോടു കൂടി അതിനെ സമീപിച്ചാൽ നമുക്ക് കാലം സാക്ഷിയാണ്, രാമായണവും ഇതിഹാസവും എല്ലാം നമുക്ക് ശാന്തി നൽകിയിരിക്കും. അതുകൊണ്ട് ഈ രീതിയിൽ നമുക്കൊരു വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രമേ ധാർമ്മിക പാതയിൽ നമുക്ക് മുന്നേറാൻ പറ്റൂ. അതുപോലെ തന്നെ ഭാരതത്തിനെ നയിക്കാനുള്ള ഒരു യുവജനത ഉണ്ടാകും. നല്ല ഗർഭത്തിലുള്ള സന്താനങ്ങൾ, സംസ്കാര സമ്പന്നരായിട്ടുള്ള കുട്ടികൾ ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ. അതിനാൽ അവസാനമായി പറയുന്നു, നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പലരും നമ്മളെ കളിയാക്കും. പക്ഷെ അർജുനനെ പോലെ ആയിരിക്കുക. അർജുനനെ എല്ലാരും കളിയാക്കി, ദുര്യോധനൻ ഉൾപ്പെടെ നീ ഈ കാലിച്ചക്കന്റെ പുറകെ നടന്നോ എന്ന്. എപ്പോഴാണോ ഇത് ഭഗവാനാണെന്ന് മനസ്സിലാക്കിയത്, അർജുനൻ തിരിഞ്ഞു നോക്കിയില്ല, ഭഗവാന്റെ കൂടെ പോയി. ആർക്ക് ഭഗവാനെ കിട്ടി? അർജുനന് കിട്ടി. നമ്മളെ ഇങ്ങനെ പലരും കളിയാക്കും. ഞാൻ പോകുന്നത് ശരിയായ പാതയിലാണെന്ന് തോന്നിയാൽ ആര് വേണമെങ്കിലും കളിയാക്കിക്കോട്ടെ, ഏട്ടം വല്ല നോക്കാതെ മുന്നോട്ട് പൊയ്ക്കൊള്ളുക. ശരിയായ പാതയിലാണ് പോകുന്നത് എന്നുള്ളതിന്റെ തെളിവോ മനസ്സിന്റെ ശാന്തി. നമുക്ക് ക്ഷേത്രത്തിൽ വരുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടോ? ആനന്ദം കിട്ടുന്നുണ്ടോ? ശരീരം രഥമേവച, നമ്മുടെ ശരീരം രഥമാണ്. ആ രഥത്തിനുള്ളിൽ ഭഗവാൻ ഇരിക്കുന്നു. അപ്പൊ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട് ക്ഷേത്രത്തിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ സന്തോഷിക്കുന്നു എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് വി ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക്. നമ്മൾ ശരിയായ വഴി കൂടെയാണ് പോകുന്നത്. പിന്നെ ആരെ നോക്കേണ്ട ആവശ്യമില്ല, അല്ലെ? ഏട്ടം വില നോക്കാതെ വെച്ചു പിടിച്ചോളുക. നമ്മുടെ ഈ ഒരു മോക്ഷപാതയില് ഭാര്യയില്ല, ഭർത്താവില്ല. ഇത് കുറെ ജന്മങ്ങളില് ഈ ഭർത്താവിന് കഴിഞ്ഞ ജന്മങ്ങളിൽ കുറെ ഭാര്യ കാണും, ഭാര്യയ്ക്ക് കുറെ ഭർത്താക്കന്മാര് കാണും. ഭഗവത് കാര്യങ്ങളുടെ പാതയില് ഭാര്യയും ഭർത്താവും മക്കളും ഒന്നുമില്ല. അവനോന്റെ കാര്യം അവനോ നോക്കണം. മാത്രമല്ല പ്രഭാഷണം കേൾക്കാൻ വന്നാൽ പോരാ. ഇപ്പൊ ഈ സുധീഷ് ഈ ഒരു പ്രോഗ്രാം എന്നെ വിളിച്ചത്. സുധീഷാണ് ഓടി നടന്ന് വരുന്നവരെ എല്ലാം കാണുന്നു, സംസാരിക്കുന്നു, തിരക്കാണ്. സുധീഷിന് ഇരിക്കാൻ പറ്റില്ല, അടുത്ത കാര്യങ്ങൾ നോക്കണം. പക്ഷേ നിങ്ങൾ ഇവിടെ ഇരുന്ന് കേട്ടവരെക്കാൾ പുണ്യം ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തവർക്കാണ്. വെറുതെ പറയുന്നതല്ല. കാരണം എന്താണ്? നിങ്ങൾ ഇത് പ്രഭാഷണം കേൾക്കാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലേ? സുധീഷോ അല്ലെങ്കിൽ ഈ ഭാരവാഹികൾ, ക്ഷേത്ര ഭാരവാഹികൾ അറേഞ്ച് ചെയ്യുന്നതോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ അതിന്റെ വ്യത്യാസം? സ്വാർത്ഥതയല്ല. അതുകൊണ്ട് അവർക്കാണ് പുണ്യം കൂടുതൽ. അതുകൊണ്ട് കഴിവതും ക്ഷേത്ര പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകുക, സംഘാടകരാകുക. ഞാൻ നേരത്തെ പോയ എന്നോട് ആ കസേര എല്ലാം എടുത്തിടാൻ പറയും. അതുകൊണ്ട് ഞാൻ പ്രഭാഷണം തുടങ്ങുമ്പോഴേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ, ഞാൻ വിശന്നാൽ ഞാൻ ആഹാരം കഴിക്കണം, അല്ലെ? നമ്മുടെ അക്കൗണ്ടിൽ പുണ്യം വീഴണമെങ്കിൽ നമ്മൾ ചെയ്യണം. കസേര എടുത്തിടുന്നത് ആരാണോ അവരുടെ അക്കൗണ്ടിലോട്ട് പുണ്യം വീഴും. ഈ ക്ഷേത്രത്തിൽ തുളസി വെച്ച് പിടിപ്പിക്കുന്ന ആരാണോ അവരുടെ അക്കൗണ്ടിൽ പുണ്യം വീഴും. വിളക്ക് കത്തിക്കുന്നത് ആരാണോ, ഓരോ കാര്യങ്ങൾ ഓടി നടന്ന് ക്ഷേത്രത്തിൽ സംഘാടകരായിട്ട് നടക്കുന്നവരാരാണോ അവർക്കാണ് പുണ്യം കൂടുതൽ. വെറുതെ പറയുന്നതല്ല, ആചാര്യന്മാര് പറയുന്നതാണ്. അത് നോക്കി എന്ത് ജോലി ചെയ്താലും ഇടിച്ചിടിച്ച് നിൽക്കണം. ഞാൻ ചെയ്യാം. എന്നാലേ നമുക്ക് സദ്ഗതി ഉണ്ടാവും. അതിനായിട്ട് ഭഗവാൻ നമ്മളെ നേർവഴിക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവത് പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ക്ഷമയോടെ ശ്രവിച്ച ആരും എഴുന്നേറ്റ് പോയില്ല. ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സാ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു.